വെൽക്കം ടു ഡിസ്കഷൻ. നമുക്ക് JEE Mainൻ്റെ 2024 സെഷൻ 2-ലെ ഏപ്രിൽ 5-ാം തീയതിയിലത്തെ ഈവനിങ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനായിട്ട് വായിച്ചു നോക്കാം. എന്നിട്ട് ഞാൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ചിന്തിക്കാൻ പറ്റും, ആൻസറും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രമിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളൊപ്പം ചിന്തിക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. സോ വെൽക്കം ടു ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. April 5th 2024 ഈവനിങ് ഷിഫ്റ്റിലെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഓർത്ത് വയ്ക്കുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ നമ്പർ ഓഫ് കോംപ്ലക്സസ് ഫ്രം ദ ഫോളോയിങ് വിച്ച് നോ ഇലക്ട്രോൺസ് ഇൻ T2 ഓർബിറ്റൽ. അവിടെ നോക്കേണ്ടത് എന്താണ്? T2 ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാത്തത്. നോ ഇലക്ട്രോൺസ് ഇൻ T2 ഓർബിറ്റൽസ്. T2 ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഒന്നും ഇല്ലാത്തത് ഏതിലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് T2 എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് ഓർമ്മ വരണം. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺസ് സ്പ്ലിറ്റ് ചെയ്യണത് എങ്ങനെയായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? T2-ഉം E-യുമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിലാണ് T2Gയും EGയും വരിക. ഇവിടെ T2-ഉം E-യും ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. അറിയാലോ, T2Gയും EGയും വന്നത് ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിലാണ്. ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് സ്പ്ലിറ്റ് ചെയ്യണത് T2Gയും EGയുമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാ? DXY, DYZ, DXZ, DX² - Y² DZ², DXY, ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിൽ. നമ്മൾ ഇത് ചോദിച്ചതിനെല്ലാം നോക്കൂ, 4 ഉള്ളതാണ്. അപ്പോൾ അതെല്ലാം എന്ത് കോംപ്ലക്സ് ആണ്? ടെട്രാഹൈഡ്രൽ കോംപ്ലക്സ് ആണ്. അതുകൊണ്ടാണ് T2 എന്ന് പറഞ്ഞത്. DXY, DYZ, DXZ, DX² Y² DZ². അപ്പോൾ ടെട്രാഹൈഡ്രൽ കോംപ്ലക്സിൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ നേരെ തിരിച്ചാണ്. ടെട്രാഹൈഡ്രൽ കോംപ്ലക്സിൽ ഡി ഓർബിറ്റിൽ സ്പ്ലിറ്റ് ചെയ്യണത് എന്തൊക്കെയായിട്ടാണ്? എരീസ് 2, 3. ഇതിനെ വിളിക്കുന്ന പേര് T2, ഇതിനെ വിളിക്കുന്ന പേര് E. അപ്പോൾ ഇലക്ട്രോൺസ് നമുക്ക് ഓരോരുത്തരെ ഇലക്ട്രോൺസ് നോക്കാം. ടൈറ്റാനിയം TiCl4, TiCl4. അപ്പോൾ ടൈറ്റാനിയം 4+. സ്കാൻഡിയം ടൈറ്റാനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? ടൈറ്റാനിയത്തിൻ്റെ 3d2 4s2. ടൈറ്റാനിയം 4+ ആകുമ്പോൾ 3d0 കോൺഫിഗറേഷൻ. അവിടെ T2-ൽ ഇലക്ട്രോൺ ഇല്ല, E-യിലും ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഒരെണ്ണായി. രണ്ടാമത്തെ നമുക്ക് നോക്കാം. MnO4 മൈനസ്. Mൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? Mൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s2. അപ്പോൾ Mn ഏതാ ഉള്ളത്? 7+. ഇവിടെ 4+. ഇവിടെയൊക്കെ 4+ എങ്ങനെയാണ് കിട്ടണേ? ടൈറ്റാനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് X എന്ന് കൊടുക്കുക, ക്ലോറിൻ്റെ -1. അപ്പോൾ -1 ഉള്ള 4 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ടൈറ്റാനിയം 4+ ആണ്. ഇവിടെ ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയില്ലാത്തവർ റിഡോക്സിലെ കൺസെപ്റ്റ് ഉപയോഗിക്കണം. Mൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് MnO4-. മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പുട്ടിനാസ് X. ഓക്സിജൻ, ഒരു ഓക്സിജന് -2. അങ്ങനെയുള്ള 4 എണ്ണം ഈക്വൽ ടു -1. X is equal to +7. അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പോൾ Mn7+ ആകുമ്പോഴും അഗൈൻ 3d0. T2-ൽ ഇലക്ട്രോൺസ് ഇല്ല, E-യിലും ഇലക്ട്രോൺസ് ഇല്ല. FeCO അടുത്തത് FeO അല്ല കേട്ടോ, FeO4 2-. അവിടെ എന്തായിരിക്കും വരിക? Feയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്കറിയാലോ. Feയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 3d6 4s2. ഇവിടെ എത്രയുള്ളത്? Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് FeO4 2-. Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പുട്ടിനാസ് X. -2 × 4 is equal to -2. X -8 is equal to -2. X is equal to +6. Fe6+ ആണ്. ഉറപ്പായിട്ടും 3d2 ആണ് കോൺഫിഗറേഷൻ. ഇവിടുത്തെ 2 ഇലക്ട്രോണും പോയി, ഇവിടുത്തെ 4 ഇലക്ട്രോണും പോയി. അപ്പോൾ 6 ഇലക്ട്രോൺ പോവുക. 3d2 ഉറപ്പായിട്ടും 2 ഇലക്ട്രോൺ എവിടെ ഉണ്ടാകുക? ഇവിടെ 2 ഇലക്ട്രോൺ, 1 2. അടുത്ത വന്നാലേ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. മൂന്നാമതൊരു ഇലക്ട്രോൺ വന്നാലേ ചിന്തിക്കേണ്ട തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ അതും ആൻസറാണ്. FeCl4 മൈനസ്. അത് നമുക്ക് ചിന്തിക്കാം.
FeCl4 minus FeCl4 minus അപ്പോൾ എത്ര വരിക? put it as FeCl4 minus x minus 4 is equal to minus 1, x is equal to plus 3. അതിൻ്റെ ഓക്സിഡൻ സെറ്റ് Fe3 plus 3d5 ആണ്. 3d5 ആയതുകൊണ്ട് ഉറപ്പായിട്ട് എന്താണെങ്കിലും ഇലക്ട്രോൺ എന്തുണ്ടാവും? ഇറ്റ് ഈസ് 3d5 കോൺഫിഗറേഷൻ ആണ്, Fe3 പ്ലസ് ആണ്. ഉറപ്പായിട്ടും 1 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺ, 4 ഇലക്ട്രോൺ, 5 ഇലക്ട്രോൺ. അല്ല 1 2 3 4 5 എങ്ങനെയാണെങ്കിലും പെയറിങ് നടന്നാലും നടന്നില്ലെങ്കിലും നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും അതിൻ്റെ അകത്ത് T2Gയിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിലൊന്നും ഇലക്ട്രോൺസ് ഇല്ല. അടുത്ത COCl4 2 മൈനസ് കൊബാൾട്ടിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട് ആണ്. 3d7 അയൺ കൊബാൾട്ട് 3d7 4s2. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരണേ, എന്നാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൊബാൾട്ട് ഏതാ ഉള്ളത്? കൊബാൾട്ട് ഇവിടെ ഉള്ളത് 3+ ആണ്, 2+ ആണ്, 3d7 ആണ്. കൊബാൾട്ട് 2+ ആണ്, കാരണം x - 4 is equal to -2. കൊബാൾട്ട് 2+ ആണ്, 3d7 ആണ്. ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺസ് ഇല്ലാത്തത് എവിടേക്കാണെന്നാണ് ചോദിച്ചിരിക്കണേ? ഇലക്ട്രോൺ ഇല്ലാത്തത് എവിടേക്കാണ് ചോദിച്ചിരിക്കണേ? ഇലക്ട്രോൺ ഇല്ലാത്തത് നോ ഇലക്ട്രോൺ ഇൻ T2G. എത്ര? ഫസ്റ്റ് 3 എണ്ണത്തിൽ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഇതേപോലെ ഓരോന്നിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കണം, അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ആദ്യത്തെ 3D സീരീസൊക്കെ നമുക്ക് ബൈഹാർട്ട് ചെയ്യാവുന്നുള്ളൂ. അതിൻ്റെ അകത്ത് ആരാ? ക്രോമിയവും കോപ്പറും മാത്രമല്ലേ അനോമലസ് ഉള്ളൂ, ബാക്കിയെല്ലാം ഓർഡറിൽ തന്നെയല്ലേ. സുഖമായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. 2+ൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആറ്റോമിക് നമ്പറിൻ്റെ അവസാനത്തെ നമ്പർ തന്നെയാണ്. ഇപ്പോൾ സ്കാൻഡിയം 3d1, ടൈറ്റാനിയം 3d2, 2+ ആകുമ്പോൾ. അല്ലാത്താകുമ്പോൾ കോപ്പറും ക്രോമിയം അനോമലസ് ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്ന കഥയാണ്. അതൊഴിച്ച് ബാക്കിയെല്ലാം പഠിച്ചു വെച്ചാൽ സുഖമായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്, ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈ ദ മേജർ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. നോക്കി, ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്ട്രോങ് ബേസ് ആണ്. വീക്ക്ലി പോളാർ ഓർ ലെസ് പോളാർ, നോൺ പോളാർ ആയിട്ടുള്ള മീഡിയത്തിൽ ഉറപ്പായിട്ടും എലിമിനേഷൻ ആയിരിക്കും നടക്കുക. ആൽക്കഹോളിക് KOH. നോക്കൂ, ഇത് ആൽക്കഹോളിക് മീഡിയ ആണ്. ആൽക്കഹോളിക് KOHO, NaOHO, ഒക്കെ അല്ലേ? OH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KOHO, NaOHO ഒക്കെ ആയിരിക്കും. സ്ട്രോങ് ബേസ് ആണ് ആൽക്കഹോളിക് മീഡിയത്തിൽ. ഉറപ്പായിട്ടും നടക്കുന്ന പ്രോസസ്സ് എലിമിനേഷൻ ആയിരിക്കും. എന്ത് എലിമിനേഷൻ ആയിരിക്കും? ബീറ്റ എലിമിനേഷൻ ആയിരിക്കും. എലിമിനേഷൻ ആയിരിക്കും നടക്കുക, ബീറ്റ എലിമിനേഷൻ ആയിരിക്കും നടക്കുന്ന ഹൈഡ്രജനും ഹാലജനും അതിൻ്റെ ഒത്തുള്ള എന്തായിരിക്കും? കാറ്റയോൺ. ഉറപ്പായിട്ടും ആരെ പറിച്ചെടുക്കും? ഹാലജനെ പറിച്ചെടുക്കും. ഹൈഡ്രോ ഹാലോജിനേഷൻ ആയിരിക്കും നടക്കുക. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആയിരിക്കും നടക്കുക. എലിമിനേഷൻ പ്രോസസ്സുകളുടെ പൊതുവെ ഓർഡർ ടേർഷറി, സെക്കൻഡറി, പ്രൈമറി. സ്ട്രോങ് ബേസസ് ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് എന്തിറക്കും? ആൽക്കഹോളിക് KOHO, NaOHO, NaNHO, KNHO ഒക്കെ ഉപയോഗിച്ചാൽ എലിമിനേഷൻ നടക്കുക. എങ്ങനെ എലിമിനേഷൻ നടക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. എന്ത് തരത്തിലായിരിക്കും പ്രൊഡക്റ്റ്? Br- ഉറപ്പായിട്ടും പറിച്ചെടുക്കും. ഇതാണ് ആൽഫ കാർബൺ. അത് കണക്ട് ചെയ്തേക്കുന്ന കാർബണാണ് ആൽഫ കാർബൺ. അതിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന കാർബണാണ് ബീറ്റ കാർബൺ. ഇത് ബീറ്റ കാർബണാണ്, ഇത് ബീറ്റ കാർബണാണ്, ഇത് ബീറ്റ കാർബണാണ്. അതിൽ നിന്നായിരിക്കും പോവുക. ഉറപ്പായിട്ടും ഇതിൽ നിന്ന് പോകാനുള്ള കാരണം സെയ്ഡ്സ് ഓഫ് പ്രൊഡക്റ്റ് ആണ് പൊതുവേ നടക്കുക. എന്ത് പ്രൊഡക്റ്റാണ്? സെയ്ഡ്സ് ഓഫ് റൂളാണ് ഒബേ ചെയ്യുക. സെയ്ഡ്സ് ഓഫ് റൂൾ രണ്ട് രീതിയിൽ നമ്മൾ എഴുതും, അതുകൊണ്ടാണ് ഞാൻ രണ്ടു എഴുതി കാണിച്ചത്. സെയ്ഡ്സ് ഓഫ് റൂൾ ഓഫ് എലിമിനേഷൻ ആണ്. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടാകുക. ഹലജൻ എന്തായാലും പോയി. ഇവിടെ ഡബിൾ ബോണ്ട് വരാം, ഇവിടെ ഡബിൾ ബോണ്ട് വരാം, ഇവിടെ ഡബിൾ ബോണ്ട് വരാം. ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, അപ്പോൾ Br ഉണ്ട്. അപ്പോൾ ഇതല്ല പ്രൊഡക്റ്റ്. ഡബിൾ ബോണ്ട് വന്നു, പക്ഷേ Br. ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഇവിടെ ഡബിൾ ബോണ്ടേ വന്നിട്ടില്ല, അപ്പോൾ ഇതല്ല പ്രൊഡക്റ്റ്.
എലിമിനേഷൻ അല്ലേ നടക്കണേ. ബി ആറും പോയി എച്ചും പോയി. ഇവിടെ ഡബിൾ ബോണ്ട് വരാം, ഇവിടെ ഡബിൾ ബോണ്ട് വരാം, ഇവിടെ ഡബിൾ ബോണ്ട് വരാം. ബി ആർ ഉറപ്പായിട്ടും പോവും. അപ്പോൾ ഫസ്റ്റ് വൺ അല്ല, ഡബിൾ ബോണ്ട് വരും. അപ്പോൾ ഇതല്ല. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഡബിൾ ബോണ്ടിലേക്ക് നോക്കൂ. ഡബിൾ ബോണ്ടിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 1, 2, 3 ഗ്രൂപ്പുകളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ വരാം. ഇനി ഇവിടെ വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഇവിടെ വരാനുള്ള പ്രോബിലിറ്റിയിൽ എത്ര ഡബിൾ ബോണ്ടിലേക്ക് എത്ര ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഹോഫ്മാൻ പ്രൊഡക്റ്റാണ്. ഇതെന്ത് പ്രൊഡക്റ്റാണ്? ഹോഫ്മാൻ പ്രൊഡക്റ്റാണ്. ഇതാണ് സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ്. ഇതായിരിക്കാം മേജർ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഹോഫ്മാൻ പ്രൊഡക്റ്റ് എവിടേക്കാണ് വരിക എന്നുള്ളത് ഓർത്ത് വെച്ചോളണം. എപ്പോഴേക്കാണ് വരിക എന്നുള്ളത് ബൾക്കി ബേസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലൂറിൻ വരുമ്പോൾ, അല്ലെങ്കിൽ ബ്രിഡ്ജായിട്ടുള്ള കാർബണിന് തൊട്ടടുത്ത് ഹാലജൻ വരുമ്പോൾ, ക്വാട്ടർണറി അമോണിയം സോൾട്ടിൻ്റെ എലിമിനേഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ കോഞ്ചുഗേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം അതിന് സ്യൂട്ടബിളായിട്ട് വരികയാണെങ്കിൽ, അങ്ങനെയൊക്കെ വരികയാണെങ്കിലാണ് ഹോഫ്മാൻ പ്രൊഡക്റ്റ് ഉണ്ടാകുക. അല്ലാത്ത കേസുകളിലെല്ലാം എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാകുക? ജനറലി സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നാൽ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പോസിബിൾ? പോസിബിൾ അല്ലാത്തത് ഏതാണ്? OCS3 ഇതെന്ത് റിയാക്ഷനാണ്? അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഫ്രിഡക് ഓഫ് റിയാക്ഷനാണ്. ഇവിടെ എന്തുണ്ടാകുക? AlCl3യും AlCl3യും Cl2വും ചേർന്നിട്ട് ആരാണ്ടാകുക? AlCl4ഉം AlCl4ഉം AlCl4 മൈനസും Cl പ്ലസും ഉണ്ടാകും. അതൊരു ഇലക്ട്രോഫൈലാണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം. പോസിബിലിറ്റി ഉണ്ട്. ഓർത്തോയിലും പാറയിലും നടക്കാം. പാറയായിരിക്കും മേജർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത് നടക്കും. നടക്കാത്തത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് നോട്ട് പോസിബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് നടക്കും. ഇതല്ല ആൻസർ. HCl സാധാരണ ഒരു ആൽക്കഹോൾ ആണെങ്കിൽ നടക്കും. ഫിനോളിലെ ഓക്സിജൻ കോഞ്ചുഗേറ്റഡ് ആണ്. ദ ബോണ്ട് ഈസ് പാർഷ്യലി ഡബിൾ ബോണ്ടഡ്. സാധാരണ HCl വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. സാധാരണ കേസിൽ പോലും അൺഹൈഡ്രസ് ക്ലോറൈഡ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ലൂക്കാസ് ടെസ്റ്റ് ഒക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നടത്തുക. ഇവിടെ വെറുതെ HCl വെച്ചിട്ട് ഒരിക്കലും അത്ര എളുപ്പമല്ല. ബിക്കോസ് ദ ബോണ്ട് ഈസ് പാർഷ്യലി ഡബിൾ ബോണ്ടഡ് ആണ്. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കില്ല. ആൻസർ ഈസ് ഓപ്ഷൻ 2. ആൻസർ ഓപ്ഷൻ 2 ആണ്. ഇനി NaOH ഹൈ ടെമ്പറേച്ചർ H+, ഡോസ് പ്രോസസ്സ് പറയും. 623 കെൽവിൻ, 100 atm പ്രഷർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടക്കും. ഡോസ് പ്രോസസ്സ് നടക്കും. HBr വെച്ചിട്ട് ഈ ബോണ്ട് പാർഷ്യലി ഡബിൾ ബോണ്ടഡ് ആണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. HBr വെച്ചിട്ട് ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കളയാം. അപ്പോൾ അത് നടക്കും. നടക്കില്ലാത്തത് ഇത് മാത്രമാണ്? ഓപ്ഷൻ 2 മാത്രമാണ്. കോയാഗുലേഷൻ ഓഫ് എഗ് ഓൺ ഹീറ്റിംഗ് ബിക്കോസ് ഓഫ്. കോയാഗുലേഷൻ എന്ന് പറഞ്ഞത് സർഫസ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ഏരിയ ആണ്. അതിലുണ്ട് കോയാഗുലേഷൻ ഓഫ് എഗ്ഗിനെ പറ്റിയിട്ട്. കോയാഗുലേഷൻ ഓഫ് എഗ് ഓൺ ഹീറ്റിംഗ് ബിക്കോസ് ഓഫ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. കോയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളോയിഡ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുക. അതിനാണ് കോയാഗുലേഷൻ എന്ന് പറയുക. എഗ്ഗ് ഒരു കൊളോയിഡാണ്. അതിൻ്റെ അകത്ത് കോയാഗുലേഷൻ നടക്കുമ്പോൾ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീനാണ്. പ്രോട്ടീൻ്റെ ടേർഷറി, ക്വാട്ടർണറി, സെക്കൻഡറി ഒക്കെ സ്ട്രക്ചർ പോവും. ബയോളജിക്കൽ പ്രോപ്പർട്ടി ഓഫ് പ്രോട്ടീൻ റിമെയിൻ സെയിം. തെറ്റാണ്. പ്രോപ്പർട്ടി മാറും. കാരണം അവരുടെ ക്വാട്ടർണറി, ടേർഷറി ആൻഡ് സെക്കൻഡറി സ്ട്രക്ചർ, ആ സ്ട്രക്ചേഴ്സ് ഇതിലുണ്ട്. നമ്മുടെ സർഫസ് കെമിസ്ട്രിയിലല്ല, ബയോമോളിക്യൂൾസിലും ഉണ്ട്. ബയോമോളിക്യൂൾസിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. കാരണം സർഫസ് കെമിസ്ട്രി ഇപ്പോൾ ഇല്ലല്ലോ, അഡ്വാൻസിനല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ബയോമോളിക്യൂളിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഉറപ്പായിട്ടും കോയാഗുലേഷൻ ഓഫ് എഗ് ഓൺ ഹീറ്റിംഗ് ബിക്കോസ് ഓഫ് ദ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. ഡീനാച്ചുറേഷൻ നടക്കും. അതിന് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ബോയിൽ ചെയ്താൽ, എക്സ്ട്രീം കൂൾ ചെയ്താൽ ഒക്കെ ഡീനാച്ചുറേഷൻ സംഭവിക്കും. അതിൻ്റെ പ്രോപ്പർട്ടി ഇല്ലാണ്ടായിട്ട് മാറും. സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ റിമെയിൻ അൺചേഞ്ച്ഡ്. തെറ്റാണ്. സെക്കൻഡറി ആൽഫ ഹെലിക്സ്, ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചേഴ്സ്. ബ്രേക്കിംഗ് ഓഫ് പെപ്റ്റൈഡ് ലിങ്കേജ് ഇൻ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഒക്കേഴ്സ് നെവർ. പ്രൈമറി സ്ട്രക്ചറിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ടുള്ള ആൻസർ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ ഒക്കേഴ്സ് എന്നുള്ളതാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫോളോയിങ്. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡിക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് റേഡിയോ ഓഫ് ദ ഗ്രൂപ്പ്. അത് ശരിയാണോ? ഡൗൺ ടു ദ ഗ്രൂപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് ടോപ്പ് ടു ബോട്ടം. ഇലക്ട്രോനെഗറ്റിവിറ്റി ആദ്യത്തെ എലമെൻ്റായിട്ടുള്ള ബോറോണ് മാത്രം വളരെ ഹൈ ആണ്. പിന്നെ
എല്ലാത്തിനും കുറഞ്ഞു വരികയാണ്. അത് ആ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് അതിൽ നിന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ വന്നേക്കണേ. ഡിക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് റേഡിയയുടെ ഓർഡർ ഇങ്ങനെയാണോ എന്നാണ് ചോദിച്ചേക്കണേ. അടുത്ത അലൂമിനിയം ഡിസോൾവ്സ് ഇൻ ഡൈലൂട്ട് HCl, liberate H2 but concentrate HNO3 renders aluminum passive by forming a protective oxide layer structure. All elements of group 13 exhibit highly stable +1 oxidation state. Hybridization of aluminum in AlH2O 6 times 3 plus is sp3d2. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇത് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ഈ ഓപ്ഷൻ വായിക്കുമ്പോഴേ തന്നെ നമുക്കറിയാം അത് ഓർഡർ തെറ്റാന്നുള്ളത്. അപ്പോൾ എ അല്ല എന്താണെങ്കിലും വിച്ച് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എ അല്ല എന്ന് പറയുമ്പോഴേ തന്നെ ആൻസർ നമുക്ക് ഏത് കിട്ടി? 1 എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. അതിന് കൺഫ്യൂഷനൊന്നുമില്ല. എ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. അതല്ല ഓർഡർ കൊടുത്തന്നെ. അത് ഗ്രൂപ്പ് 13 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ജസ്റ്റ് ഓർമ്മ ഇരിപ്പുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് കിട്ടും. ഇനി സിയും ഇയും ശരിയാണോ നോക്കാം. സി അലൂമിനിയം ഇൻ ഡൈലൂട്ട് HCl liberate H2 ബട്ട് കോൺസെൻട്രേറ്റ് HNO3. HNO3 ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അപ്പോൾ അലൂമിനിയം ഓക്സൈഡ് ഉണ്ടായി ഒരു കവറിങ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യണേ റെൻഡേഴ്സ് ഇനാക്റ്റീവായിട്ട് മാറുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ ഹൈബ്രിഡൈസേഷൻ ഓഫ് അലൂമിനിയം 6 ഗ്രൂപ്പുകളാണുള്ളത്. ഉറപ്പായിട്ടും എന്ത് ഹൈബ്രിഡൈസേഷനാണ്? sp3d2 ഹൈബ്രിഡൈസേഷൻ നടക്കുക. Al3+ അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും sp3d2 ഹൈബ്രിഡൈസേഷൻ നടക്കുക. അത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി ഓൾ എലമെൻറ്റ്സ് ഇൻ ഗ്രൂപ്പ് 3 എക്സിബിറ്റ് ഹൈലി സ്റ്റേബിൾ +1 ഓക്സിഡേഷൻ അല്ല. താഴേക്ക് വരും തോറും ജനറലി അലൂമിനിയം ഒക്കെ എന്താ കാണിക്കുക? +3 കാണിക്കുക. ഓൺ മൂവിങ് ഡൗൺ ഇൻ എ ഗ്രൂപ്പ് എന്തായിരിക്കാം? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയത്തിലേക്കൊക്കെ വരുമ്പോൾ +1. ഓൺ മൂവിങ് ഡൗൺ ഇൻ ടു ദ ഗ്രൂപ്പ് +1 ബിക്കം മോർ ആൻഡ് മോർ സ്റ്റേബിൾ. ഓൺ ദ ടോപ്പ് ഇറ്റ് ഈസ് +3 ഈസ് മോർ സ്റ്റേബിൾ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ള കാര്യമാണ്. ദെൻ ഡൗൺ ടു ദ ഗ്രൂപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഞാൻ പറഞ്ഞില്ലേ ബോറോണിന് മാത്രമാണ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞിട്ട് ബോറോണുണ്ട്. പിന്നത്തെ എല്ലാം എന്ത് ഇതൊക്കെയാണ് കൂടി വരിക ചെയ്യുന്നത്. ബോറോണിൻ്റെ വിട്ടേക്കുക, ബാക്കിയുള്ളതിന് ബോറോൺ ഏറ്റവും അടിയിലേക്ക് എടുത്തിടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓർഡർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്ന കാര്യമുള്ളൂ. ബി ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. സി ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്ന കാര്യമാണ്. സി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിട്ടും എ നോക്കിയാൽ മാത്രം മതി. എ നോക്കിയാൽ തന്നെ ഇതിൻ്റെ അകത്തെ ആൻസർ പെട്ടെന്ന് കിട്ടിക്കോളും. നിങ്ങൾ NCERT നന്നായിട്ട് വായിക്കണേ. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. വൈൽ പ്രിപ്പയറിംഗ് ക്രിസ്റ്റൽസ് ഓഫ് മോർ സോൾട്ട് ഡൈലൂട്ട് H2SO ഫോർ ഈസായിട്ട് പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റൻ ആണ്. പ്രാക്ടിക്കൽ കെമിസ്ട്രിയുടെ ഡേറ്റ കൊടുത്തിട്ടുണ്ട്. അത് NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അത് വായിച്ച് നോക്കണം. While preparing crystals of Mohr salt, dilute H2SO is added to the mixture of ferrous sulfate and ammonium sulfate before dissolving in water. Dilute H2SO is added to prevent the hydrolysis of ferrous salt. അതായത് ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഫെറസ് സൾട്ട് Fe2+ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്താ ഉണ്ടാകുക? FeOH ടോയ്സിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കാരണം ഇത് Fe2+, Fe2+ എന്ന് പറയുന്നത് ഒരു വീക്ക് പാർട്ടാണ്. ഉറപ്പായിട്ടും വീക്ക് പാർട്ടിന് എപ്പോഴും എന്തെടുക്കും? ഹൈഡ്രോളിസിസ് നടക്കും. സ്ട്രോങ് പാർട്ടിന് ഒരിക്കലും ഹൈഡ്രോളിസിസ് നടക്കില്ല. ഇപ്പോൾ Na+ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഹൈഡ്രോളിസിസ് നടക്കില്ല. സോ വൈൽ പ്രിപ്പയറിംഗ് മോർ സോൾട്ട്. എന്താ മോർ സോൾട്ട് എന്ന് അറിയണം. എന്താ മോർ സോൾട്ട്? FeSO4, NH4 twice SO4 6H2O. ഇതാണ് മോർ സോൾട്ട്. മോർ സോൾട്ടിൽ ഈ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫെറസ് സൾഫേറ്റോ അമോണിയം സൾഫേറ്റും എടുത്തിട്ട് എന്ത് ചെയ്യുക? പതിയെ എന്ത് ചെയ്യുക? ക്രിസ്റ്റലൈസ് ചെയ്തെടുക്കുക ചെയ്യുക. അങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആരെ ആഡ് ചെയ്യും? ഡൈലൂട്ട് H2SO4 ആഡ് ചെയ്യും. H2SO4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കില്ല. അഥവാ ഉണ്ടായാൽ തന്നെ എന്ത് ചെയ്യും? ഡൈലൂട്ട് H2SO4 അസിഡിക് മീഡിയത്തിലാകുമ്പോൾ ഇതൊരു വീക്ക് ബേസാണ്. ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യും? അത് Fe2+ ആയിട്ട് തിരിച്ചു പൊക്കോളും. H2SO4 ആഡ് ചെയ്യുമ്പോൾ ഡൈലൂട്ട് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്ത് Fe2+ കിട്ടിക്കോളും. എന്നാലേ Fe2+ എന്തായിട്ട് മാറുള്ളൂ? ഫെറസ് സൾഫേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുള്ളൂ. നമുക്ക് ഫെറസ് ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മേക്ക് ദ മീഡിയം സ്ട്രോങ്ലി അസിഡിക് അല്ല. പ്രിവെൻറ്റ് ദ ഹൈഡ്രോളിസ് ഓഫ് അമോണിയം സൾഫേറ്റ്. അമോണിയം സൾഫേറ്റിന് കാര്യമായ കാരണം അമോണിയം സൾഫേറ്റിലെ പ്രസിപ്പിറ്റേഷൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ഒന്നും പ്രസിപ്പിറ്റേറ്റ് ചെയ്യണമല്ല.
അത്ര കാര്യമായിട്ട്. ദെൻ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ക്രിസ്റ്റൽസ്. സോ ബെറ്റർ ആൻസർ പ്രിവെൻറ്റ് ദ ഹൈഡ്രോളിസിസ് ഓഫ് ഫെറസ് സൾഫേറ്റ്. കാരണം അതിൻ്റെ സൊലുബിലിറ്റി വളരെ കുറവാണ്. അമോണിയം സോൾട്ടുകളെല്ലാം വാട്ടർ സൊലുബിളാണ്. അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, അവർ സെപ്പറേറ്റ് ചെയ്ത് പോവും. അപ്പോൾ അതുകൊണ്ട് അമോണിയം സൾഫേറ്റിൻ്റെ കാര്യമൊന്നും ചിന്തിക്കാനില്ല ഹൈഡ്രോളിസിസ്. കാരണം അമോണിയം സൾഫേറ്റ് വാട്ടർ സൊലുബിളാണ്. അവർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് പെട്ടെന്ന് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് പൊക്കോളും, കുഴപ്പമില്ല. പക്ഷേ ഫെറസ് സോൾട്ടുകൾ അങ്ങനെയല്ല. ഫെറസ് സോൾട്ടുകൾ വാട്ടറിലെ സൊലുബിലിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുക, പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലുള്ളത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ 1 മാത്രമാണ്. നോമൻക്ലേച്ചർ ഓഫ് ദ ഫോളോയിങ്. ഇങ്ങനെയൊക്കെയുള്ള കോമ്പൗണ്ട് തരുമ്പോഴേ ഇത് ആളെ പേടിപ്പിക്കുക, പറ്റിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇതെന്തായിരിക്കും, COH ഗ്രൂപ്പാണ്. ഇതെന്ത് ഗ്രൂപ്പാണ്, CHO ഗ്രൂപ്പാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദേ നോക്കൂ, ഡബിൾ ബോണ്ട് മുകളിലേക്ക്, ഇവിടെ ഒരു OH, ഇവിടെ ബോണ്ട് ഇങ്ങടെ, ഇവിടെ എന്തായിരിക്കും CHO, ഇവിടെ COH. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തന്നെ പകുതി നിങ്ങൾക്ക് എളുപ്പമാവും. 1, 2, 3. കാരണം ഏറ്റവും പ്രയോറിറ്റി കൂടിയത് ആർക്കാ, COHനല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്പർ 1 തന്നെയല്ലേ ഇടുക. 1, 2, 3, 4, 5, 6, 7. ഇതിനെന്താ വിളിക്കുക, ഫോർമൈൽ. ഇതിനെന്താ വിളിക്കുക, ഹൈഡ്രോക്സി. ഫങ്ഷൻ ഗ്രൂപ്പ് ആകുമ്പോഴാണ് ഇത് സെക്കൻഡറി പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, സെക്കൻഡറി പ്രിഫിക്സ്. ഇനി അത് ഫങ്ഷൻ ഗ്രൂപ്പ് ആകുമ്പോൾ അതിൻ്റെ പേര്, ഫങ്ഷൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിൻ്റെ പേര് അങ്ങനെയല്ല കേട്ടോ, ആൽ എന്നാണ്. ഫങ്ഷൻ ഗ്രൂപ്പ് ആകുമ്പോൾ അതിൻ്റെ പേര് ആൽ എന്നാണ്. ഫങ്ഷൻ ഗ്രൂപ്പ് ആകുമ്പോൾ ഇതിനെ ആൽ നിടും. ഇത് വേറെ ഫങ്ഷൻ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ, അതിനേക്കാൾ പ്രയോറിറ്റി കൂടിയ ഫങ്ഷൻ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഇതിനെ ഓൾ എന്ന് വിളിക്കും. ഫങ്ഷൻ ഗ്രൂപ്പ് ആകുമ്പോൾ അതിനെ ഓൾ എന്ന് വിളിക്കും. അല്ലാത്ത സമയത്ത് ഇതിനെ വിളിക്കുന്ന പേര് ഹൈഡ്രോക്സി ഫോർമൈൽ. അപ്പോൾ എന്തായിരിക്കും ഇറ്റ് ഈസ്, ഇത് 7 കാർബൺ അറ്റമുള്ള ഹെപ്റ്റാണ്. ഹെപ്റ്റ് 6 അനോയിക് ആസിഡാണ്. അത് കാണുമ്പോൾ തന്നെ ഒറ്റ ആൻസർ ഉള്ളൂ, ഹെപ്റ്റ് 6 അനോയിക് ആസിഡ്. അതായിരിക്കും 2 ഫോർമൈൽ, 4 ഹൈഡ്രോക്സി, ഹെപ്റ്റനോയിക് ആസിഡ്. 7 കാർബണാറ്റം ഉണ്ട് സ്ട്രെയിറ്റ് ചെയിനിൽ. ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ ആൻസർ ആസിഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ വേറെ ആൻസർ ഒന്നുമില്ല. ഹെപ്റ്റ് ഇതിൻ്റെ അട്ടോ 6 അനോയിക് ആസിഡ് എന്ന് പറഞ്ഞത്, 6 എന്ന് പറഞ്ഞത് 6N, 6ാമത്തെയും 7ാമത്തേനും ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ഉള്ളതിൻ്റെയാണ് 6 അനോയിക് ആസിഡ് എന്ന് എഴുതിയേക്കണേ. അത് കണ്ടാൽ തന്നെ ആൻസർ കിട്ടിപ്പോക്കോളും. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ചൊക്കെ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യുന്ന എലിമിനേറ്റ് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മെറ്റൽ ഫോർ ആറ്റം പ്രസൻറ്റ് ഇൻ എ കോംപ്ലക്സ് MABXL where ABXL are unidentical ligand. M is a metal involved sp3 hybridization. sp3 hybridization ആകുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്ത് കോമ്പൗണ്ടാണ്, ടെട്രാഹെഡൽ കോംപ്ലക്സ് ആണ്. ടെട്രാഹെഡൽ കോംപ്ലക്സ് ആണ്. MABXL ഇങ്ങനെ ഇരിക്കുക. നടുക്ക് മെറ്റൽ, ഫ്രണ്ടിലേക്കൊന്ന്, ഇങ്ങടൊന്ന്, ഇങ്ങടൊന്ന്, ഇങ്ങടൊന്ന്. അവർക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ചിന്തിച്ച് നോക്കൂ, ഇത് ഇങ്ങനെയാട്ടോ സ്ട്രക്ചർ, ഇങ്ങനെയാണ് സ്ട്രക്ചർ. തിരിച്ചറിയണേ, ഞാൻ ഈ കൈ പിടിച്ചേക്കണ പോലെയാണ്. മുകളിലേക്കുള്ളത് A, എൻ്റെ കൈ, ഇങ്ങടുള്ളത് X, ഇങ്ങടുള്ളത് B, ഇങ്ങടുള്ളത് L. അപ്പോൾ തിരിച്ചറിയണേ. അപ്പോൾ നോക്കൂ, ഇതെല്ലാം എത്ര ആംഗിളാണ്, 109 ഡിഗ്രി 28 മിനിറ്റാണ്. ഇതെല്ലാം 109 ഡിഗ്രി 28 മിനിറ്റാണ്. എല്ലാവരും അടുത്തടുത്താണ്. ഓക്കെ, ഇതിൻ്റെ അടുത്താണിത്, ഇതിൻ്റെ അടുത്താണിത്, ഇതിൻ്റെ അടുത്താണിത്. ഓപ്പോസിറ്റ് ഇല്ല, എല്ലാം അടുത്ത് തന്നെയാണ്. 90 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലും വന്നാലേ സിസ്റ്റാൻസ് അഥവാ ജോമെട്രിക്കൽ ഐസോമറിസം പറയാൻ പറ്റുള്ളൂ. ഓപ്പോസിറ്റ് വേണം. ഇവിടെ ഓപ്പോസിറ്റ് ഒന്നും ഇല്ല. ഇതടുത്താ, 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 ഇതിൻ്റെ അടുത്താ ഇത്, ഇതിൻ്റെ അടുത്താ ഇത്, ഇതിൻ്റെ അടുത്താ ഇത്, എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. 90 ഡിഗ്രി 180 ഡിഗ്രി വന്നാലേ ജോമെട്രിക്കൽ ഐസോമറിസം അഥവാ സിസ്റ്റാൻസ് ഐസോമറിസം പറയാൻ പറ്റുള്ളൂ. അവിടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിഗാൻഡുകൾ മാറി മാറി വരുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടണം. അപ്പോൾ കിട്ടുന്ന ഐസോമേഴ്സിൻ്റെ എണ്ണം ഉറപ്പായിട്ടും എത്രയായിരിക്കും, 0. ജോമെട്രിക്കൽ ഐസോമേഴ്സിൻ്റെ എണ്ണം. ഇതിന് കാണിക്കാൻ പറ്റുന്നത് ഒപ്റ്റിക്കൽ ഐസോമേഴ്സും കാണിക്കാൻ പറ്റും. കാരണം 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് അല്ലേ, ഡെക്സോയും ലീവോയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബിക്കോസ് ദേ ഹാവ് മിറർ ഇമേജസ് ടു ഈച്ച് അതർ. അല്ലാതെ വേറൊന്നും പറ്റില്ല. ഇത് VSEPR തിയറിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. ആലോചിച്ച് നോക്കൂ, ICL ആകെ ഒരു ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ, ലീനിയറാ. അപ്പോൾ A4 2 ഓപ്ഷൻ ഉള്ളത്. ഇനി B നോക്കുക, ICL3 ഐഡിൻ്റെ വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്, 7. ഐഡിനില്ലേ സെൻട്രൽ ആറ്റം, എണ്ണം കുറവുള്ളത്. എണ്ണം കുറവുള്ള കുറേ ഉണ്ടെങ്കിൽ ഇല്ല ഇലക്ട്രോണൈറ്റിറ്റി കുറവുള്ളത് 7 എണ്ണം. അതിൽ 3 എണ്ണം എന്ത് ചെയ്തു, CL ആയിട്ട് ബോണ്ട് ചെയ്തു. ബാക്കിയുള്ള 4 ഇലക്ട്രോൺ, 2 ലോൺ പെയർ.
അപ്പോൾ 3 ബോണ്ട് പെയറും ICl3. മൊത്തമുള്ള വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം ഐഡിലെ 7 എണ്ണം. 3 എണ്ണം ബോണ്ട് ചെയ്ത് പോയി ക്ലോറിനായിട്ട്. ബാക്കി 4 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 2 ലോൺ പെയർ. 3 പേരല്ലേ ബോണ്ട് ചെയ്തേക്കണേ. അപ്പോൾ ഉറപ്പായിട്ടും 3 ബോണ്ട് പെയർ. 3 ബോണ്ട് പെയറും 2 ലോൺ പെയറുള്ള T ഷേപ്പ്. അപ്പോൾ 1 B1 A4 നേരെ ആൻസർ ആയില്ലേ? വേറെ ഒന്നുമില്ലല്ലോ. 2 എണ്ണം കിട്ടിയാൽ പോലെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ClF5 സിമ്പിൾ അല്ലേ? ClF5 ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട് ആട്ടോ. ഇതൊക്കെ ഹാലജൻസ് തമ്മിൽ റിയാക്ട് ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട് എന്ന് വിളിക്കുക. Clൻ്റെ വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം 7. വാലൻസ് ഇലക്ട്രോൺ 7. അതിൽ നിന്ന് 5 എണ്ണം ബോണ്ട് ചെയ്ത് പോയി. ബാക്കിയുള്ള 2 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 1 ലോൺ പെയർ. 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1 ലോൺ പെയർ അല്ലേ? അപ്പോൾ 5 ബോണ്ട് പെയർ. സിമ്പിളായിട്ട് എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഹൈബ്രിഡൈസേഷനോ ഷേപ്പോ ജോമെട്രിയോ ഏതാണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ IF7 കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. IF7 എന്ന് പറഞ്ഞാൽ പെൻറ്റഗണൽ ബൈ പിരമിഡൽ, മറ്റേ സ്ക്വയർ പിരമിഡൽ. കൺസിഡർ ദ ഗിവൺ കെമിക്കൽ റിയാക്ഷൻ. KMnO4 H2SO4 ആയിട്ട് ഹീറ്റുമായിട്ട് ചെയ്യാണ്. അസിഡിക് മീഡിയത്തിൽ KMnO4 ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യും. അസിഡിക് മീഡിയത്തിൽ KMnO4 ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ പാർട്ടും COH ആയിട്ട് മാറും, ഈ പാർട്ടും COH ആയിട്ട് മാറും. ഈ പാർട്ട് രണ്ടും ഈ എൻഡ് രണ്ടും COH ആയിട്ട് മാറും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ കിട്ടും. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വരച്ചേട്ടോ. COH ആയിട്ട് മാറും സിമ്പിളായിട്ട്. എത്ര കാർബണുള്ള? 1 2 3 4 5 6 കാർബണുള്ള. നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഓ മൈ സൺ ഗോ ആൻഡ് പ്ലേ. ഓംസ് ഗ്യാപ്പ്. ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COH ഉള്ളത്, 2 കാർബൺ ആറ്റം ഉള്ളത്. മലോണിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH2 COH. ഓക്സാലിക്. സക്സീനിക് ആകുമ്പോൾ എന്തായിരിക്കാം? 2 CH2 ഉണ്ട്. CH2 COH. ഓക്സാലിക്. മലോണിക്. O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സാലിക്, M എന്ന് പറഞ്ഞാൽ മലോണിക്, S പറഞ്ഞാൽ സക്സീനിക്. ഗ്ലൂട്ടാറിക്. ഒരു CH2 കൂടെ ഉണ്ടെങ്കിൽ ഗ്ലൂട്ടാറിക്. ഒരെണ്ണോടെ ഉണ്ടെങ്കിൽ അഡിപ്പിക്. ഒരെണ്ണോടെ അടുത്താണെങ്കിൽ പിമേലിക്. ഓക്സാലിക്, മലോണിക്, സക്സീനിക്, ഗ്ലൂട്ടാറിക്, അഡിപ്പിക്, പിമേലിക്. അപ്പോൾ 2 കാർബൺ, മൊത്തം 2 കാർബൺ ഉള്ളത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓക്സാലിക് ആസിഡ്. നമുക്ക് എത്ര ഉണ്ട് നോക്കി? 2 COH ഉണ്ട്. എത്ര CH2 ഉണ്ട്? 1 2 3 4 CH2 ഉണ്ട്. 1 CH2 ഉള്ളത്, 1 CH2 ഉള്ളത്, 2 CH2 ഉള്ളത്, 3 CH2 ഉള്ളത്, 4 CH2 ഉള്ളത്. ഏതാ ആസിഡാ? അഡിപ്പിക് ആസിഡ്. പിക്രിക് ആസിഡ് കാർബോക്സിലിക് ആസിഡ് അല്ല കേട്ടോ. പിക്രിക് ആസിഡ് ഏതാ സാധനം? ഇറ്റ് ഈസ് 2,4,6 ട്രൈനൈട്രോഫീനോളാ. പിക്രിക് ആസിഡിന് പക്ഷേ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട്, NO2 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഹൈലി അസിഡിക്കാണ്. മിനറൽ ആസിഡിൻ്റെയൊക്കെ അടുത്ത് വാല്യൂ ഉണ്ട്, അസിഡിക് സ്ട്രെങ്ത് ഉണ്ട്. അതിനെ പോലെയാ അസിഡിക്കാന്ന് പറയുക. ഓക്സാലിക് ആസിഡ് ഇതാ, അഡിപ്പിക് ആസിഡ്, പിക്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ ഈ ഡൈകാർബോക്സിലിക് ആസിഡിൻ്റെ ഓർഡറാണ് പറഞ്ഞത്. OMSGAP. ഓ മൈ സൺ, എൻ്റെ കുട്ടിയെ ഗോ ആൻഡ് പ്ലേ, പോയി കളിച്ചോളൂ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3. ക്വാണ്ടിറ്റി ഓഫ് സിൽവർ ഡെപ്പോസിറ്റ് വെൻ 1 കൂളം ചാർജ് ഈസ് പാസ്ഡ് ത്രൂ AgNO3. 1 ആംപിയർ കറൻറ്റ് 1 സെക്കൻഡ് നേരത്തേക്ക് പാസ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് 1 കൂളം എന്ന് വിളിക്കുക. M = ZIT. W = അല്ലെങ്കിൽ M = ZIT. W = എന്ന് പറയാം, അല്ലെങ്കിൽ M = ZIT എന്ന് പറയാം. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലൻ്റ് മാസ് ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു I/T, അഥവാ മോളാർ മാസ് ഡിവൈഡഡ് ബൈ ചാർജ് അഥവാ N ഫാക്ടർ ഇൻറ്റു അത്രയും വന്നു കഴിഞ്ഞാൽ ഈക്വലൻ്റ് മാസ്സായി 96,500 ഇൻറ്റു I/T. ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞു മാത്രം. I/T എത്രയാണ്? ഇറ്റ് ഈസ് 1 കൂളമാണ്. ചാർജ് 1 ആംപിയർ 1 സെക്കൻഡ് നേരത്തേക്ക് പാസ് ചെയ്യുമ്പോഴാണ് 1 കൂളം ഉണ്ടാകുക. അപ്പോൾ I/T Q.
അപ്പോൾ Q എത്രയ്ക്കും 1 കൂളമാണ്. അപ്പോൾ M ഈക്വൽ ടു ഇസഡ്. 1 കൂളം ചാർജ് പാസ് ചെയ്യുന്നത് M ഈക്വൽ ടു ഇസഡ് ഐ ടിയിലെ I ഇൻറ്റു ടി അഥവാ Q. I ഇൻറ്റു ടിക്ക് വിളിക്കുന്ന പേര് Q, ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. അപ്പോൾ അത് 1 കൂളമാണ്. അപ്പോൾ M ഈക്വൽ ടു ഇസഡ്. അപ്പോൾ 1 കൂളം പാസ് ചെയ്തതിനാൽ എന്തായിരിക്കാം ഉണ്ടാകുക? ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻറ്റിൻ്റെ അത്രയും കെമിക്കൽ ഈക്വലൻ്റ് അല്ല. കെമിക്കൽ ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ഈക്വലൻ മാസ അല്ല. ഈക്വലൻ മാസിൻ്റെ അത്ര ഉണ്ടാവണമെങ്കിൽ 1 ഫാരഡേ പാസ് ചെയ്യണം. 1 ഫാരഡേ പാസ് ചെയ്താൽ ഈക്വലൻ മാസിൻ്റെ അത്രയും. 1 കൂളം പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ഇസഡിൻ്റെ അത്രയും. അപ്പോൾ ആൻസർ ഈസ് 3. ഇക്വേഷൻ മാറിപ്പോരുത്. M ഈക്വൽ ടു ഇസഡ് ഐ ടി. തെറ്റിപ്പോരുത്. M ഈക്വൽ ടു ഇസഡ് ഐ ടി. M ഈക്വൽ ടു ഈക്വലൻ മാസ് ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു I ഇൻറ്റു ടി. ഇതെത്ര വരണം? 96,500 വരണം. അപ്പോൾ 96,500 96,500 ക്യാൻസൽ ആയി പോകും. 96,500 കൂളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഫാരഡേ പാസ് ചെയ്താൽ ഇത് രണ്ടും ക്യാൻസൽ ആവും. M ഈക്വൽ ടു ഈക്വലൻ മാസ് ആവും. ഈക്വലൻ മാസ് വരണമെങ്കിൽ 1 ഫാരഡേ പാസ് ചെയ്യണം. 1 കൂളം പാസ് കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഈക്വലിൻ്റെ ഡെഫിനിഷൻ അത് തന്നെയാണ് കേട്ടോ. ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് മാസ് ഡെപ്പോസിറ്റ് ഓർ ലിബറേറ്റഡ് വെൻ 1 ആംബിയർ കറണ്ട് പാസസ് ഫോർ 1 സെക്കൻഡ് അഥവാ 1 കൂളം ഇലക്ട്രിസിറ്റി പാസസ്. അപ്പോൾ എളുപ്പത്തിൽ ആൻസർ കിട്ടിക്കോളും. ഏതാണ്? ഓപ്ഷൻ 3. CH3CH2OH ജോൺസ് റിയേജൻറ്റ്, ഓക്സിഡൈസിങ് ഏജൻ്റ് അല്ലേ. KMnO4 വെച്ച് ട്രീറ്റ് ചെയ്തു. NaOH ആൻഡ് CaO. സിമ്പിൾ. എന്താണ്ടാകുക? CH3CH2OH ജോൺസ് റിയേജൻറ്റ് ഓക്സിഡൈസ് ചെയ്തു. KMnO4 വെച്ച് ഓക്സിഡൈസ് ചെയ്തു. പിന്നെ ഓക്സിഡൈസ് ചെയ്തു. അപ്പോൾ ഉറപ്പായിട്ട് എന്തായിരിക്കും കിട്ടുന്നത്? CH3COH കിട്ടും. NaOHും CaO എന്തായിരിക്കും? ഡീകാർബോക്സിലേഷൻ നടക്കും. ഡീകാർബോക്സിലേഷൻ ഉറപ്പായിട്ടും CH3CH2OH CH3COH അസറ്റിക് ആസിഡ് ഉണ്ടാവും. അസറ്റിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ നടത്തിയ CH3COHന് ഡീകാർബോക്സിലേഷൻ നടത്തുന്നു NaOH CaO. സോഡ ലൈം ബാക്കിയുള്ള എളുപ്പമല്ലേ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനത് എഴുതാത്തത്. അപ്പോൾ ഡീകാർബോക്സിലേഷൻ നടന്നാൽ Na2CO3 പോകും. സോഡിയം സോൾട്ടാണ് ഉണ്ടാവുക. സോഡിയം സോൾട്ടായിട്ട് റിയാക്ട് ചെയ്തിട്ട് Na2CO3 പോകും. ബാക്കി അതിലാണ് ഉണ്ടാകുക CH4 മീഥേൻ. സിമ്പിളായിട്ടുള്ള കാര്യം. മെത്തനോള് ജോൺസ് റിയേജൻറ്റ് KMnO4 എന്താണെങ്കിലും ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആവും. ആദ്യ ആൽഡിഹൈഡായിട്ട് ആസിഡായാലും ഡയറക്റ്റ് ആസിഡായാലും എങ്ങനെയാണെങ്കിലും ഇറ്റ് ഈസ് ആസിഡായിട്ട് മാറും. ജോൺസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിൽ CrO3 ഡിസോൾവ് ചെയ്ത്. ഇപ്പോൾ സോഡ ലൈം ഡീകാർബോക്സിലേഷൻ നടത്തിക്കഴിഞ്ഞാൽ ഡീകാർബോക്സിലേഷൻ നടത്തും. ഉറപ്പായിട്ടും എന്തായിരിക്കും കിട്ടണേ? മീഥേൻ ആയിരിക്കും കിട്ടുക. Given below are 2 statements. 2 സ്റ്റേറ്റ്മെൻറ്റാണ്. On passing HCl passed through a solution of BaCl to a room temperature, white turbidity appears. When HCl is passed through a saturated solution of NaCl, sodium chloride is precipitated due to Covenant effect. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് on passing HCl through a saturated solution of barium chloride. ബേരിയം ക്ലോറൈഡിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ബേരിയം ക്ലോറൈഡിൻ്റെ BaCl2 saturated solution QSP is equal to KSP. Solubility product is equal to ionic product is equal to Ba2 plus in the concentration into Cl minus in the concentration square. ആരെ പാസ് ചെയ്യാൻ പോണേ? നമ്മൾ HCl പാസ് ചെയ്യുക. HCl ഗ്യാസ് ആണ് പാസ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? Cl മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. Cl മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ആരുടെ വാല്യൂ കൂടും? QSPയുടെ വാല്യൂ കൂടും. KSP is a constant. സാച്ചുറേറ്റഡ് സൊല്യൂഷനിലെ Ba2 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു Cl മൈനസിൻ്റെ കോൺസെൻട്രേഷൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? KSP എന്ന് പറയുന്നത്. QSP എന്ന് പറഞ്ഞാൽ ഏത് സമയത്തുള്ള കോൺസെൻട്രേഷൻ. ഇത് റിയാക്ഷൻ കോഷ്യൻ്റാണ്. അയോണിക് പ്രൊഡക്റ്റാണ്. ഇതെന്താണ്? അയോണിക് പ്രൊഡക്റ്റാണ്. എനി ടൈമിൽ ഈ എക്സ്പ്രഷനിൽ കിട്ടുന്ന വാല്യൂ, അതായത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ QSP കിട്ടും. സാച്ചുറേറ്റഡ് സൊല്യൂഷനിലെ കേസിലാണ് എന്ത് വിളിക്കുക? KSP എന്ന് വിളിക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്ന പേര് സൊലുബിലിറ്റി പ്രൊഡക്റ്റ്. KSP എന്ന് പറഞ്ഞാൽ സൊലുബിലിറ്റി പ്രൊഡക്റ്റ്. QSP എന്ന് പറഞ്ഞാൽ അയണിക് പ്രൊഡക്റ്റ്. രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്താ സംഭവിക്കുക? സാച്ചുറേറ്റഡ് സൊല്യൂഷന് KSPയും QSP ഈക്വലാണ്. പക്ഷേ വീണ്ടും HCl പാസ് ചെയ്യുമ്പോൾ എന്ത് കൂടും? QSP കൂടും. ഇതൊരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്ത് QSPയുടെ വാല്യൂ കൂടി.
QSP യുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ precipitation നടക്കും. When it is precipitation നടക്കാൻ super saturate ആവണം. Super saturate ആവാൻ വേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ QSP must be greater than KSP ആയിട്ട് പറഞ്ഞു. ഇപ്പം നിലവിൽ ഈക്വൽ ആയിരുന്നു, പിന്നെ QSP കൂടി, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് നടക്കും? precipitation നടക്കും. സോ precipitation എന്ന് പറഞ്ഞാൽ ടർബിഡിറ്റി ഉണ്ടാവും. VaCl2 വൈറ്റ് precipitate, അതാണ് ടർബിഡിറ്റി. ടർബിഡിറ്റി appears due to precipitation. Precipitate ഉള്ളതുകൊണ്ടാണ് ടർബിഡിറ്റി ഉണ്ടാവുക. When HCl gas is passed through a saturated solution of NaCl, sodium chloride is precipitated due to common effect. അത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഇതേ കാര്യം തന്നെ. ഇപ്പോൾ BaCl2 പകരം NaCl എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. The number of moles of methane required to produce 11 grams of CO2 after complete combustion. Molar mass of methane 16 തന്നിട്ടുണ്ട്. സിമ്പിൾ. CH4 plus 2O2 gives CO2 plus 2H2O. ഇതാണ് റിയാക്ഷൻ. ബാലൻസ് ഇക്വേഷൻ വേണം. തരുമ്പോഴേ എത്രയായിരിക്കും നമുക്ക് വേണ്ടത്? ഇറ്റ് ഈസ് 11 gram കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് ആദ്യം സ്റ്റോയിഷ്യോമെട്രി എടുക്കാം. 1 mole react with 2 mole gives 1 mole and 2 mole. ശരിയല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് എന്തായിരിക്കും? നമുക്ക് മോളാണ് വേണ്ടത്. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എത്ര വന്നിങ്ങനെ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് given mass divided by molar mass, 11 divided by 44, 1/4, 0.25. അപ്പോൾ 0.25 മോള് ആര് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം. എത്ര മോള് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ അത്രയും മോള് മീഥേൻ എടുക്കണം. 0.25, because they are always in the ratio 1:1. ഒരു മീഥേന് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുക്കാൻ പറ്റും. So answer is directly 0.25. വേറെ ഒന്നും വേണ്ട, ചുമ്മാ ബാലൻസ് ഇക്വേഷൻ മതി. ബാലൻസ് ഇക്വേഷൻ പറഞ്ഞാൽ അതിന് എന്തോരം ഓക്സിജൻ വേണം? അതിൻ്റെ ഇരട്ടി 0.5 വേണം. 1:2 ആ പ്രപ്പോർഷൻ. ആ സമയത്ത് എന്തോരം വാട്ടർ ഉണ്ടാകും? അതിൻ്റെ ഇരട്ടി. അവരുടെ റേഷ്യോ നോക്കിയാൽ മതി. 1:2 1:2 റേഷ്യോ നോക്കിയാൽ മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. ഇലക്ട്രോകെമിക്കൽ സീരീസ് ഇത് നോക്കി. M2 പ്ലസ് ഓക്സിഡേഷനാണ് നടന്നത്, അത് ആനോഡാണ്. ഇത് സോൾട്ട് ബ്രിഡ്ജാണ്, ഇത് റിഡക്ഷനാണ്, അപ്പം അത് കാത്തോഡാണ്. അല്ലേ തന്നെ അങ്ങനെയാണ്. ആനോഡ് ലോൺ, ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത് ഓക്സിഡേഷൻ നടക്കുന്നത്, ആനോഡ് നെഗറ്റീവ്. ഗാൽവാനിക് സെല്ല് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്ന് പഠിച്ചു വയ്ക്കല്ലേ. ഞാൻ എളുപ്പത്തിൽ പറയാം കേട്ടോ, തെറ്റിപ്പോണ്ടിരിക്കാം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാര്യം പറഞ്ഞാൽ ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ ആണെങ്കിലും നമ്മൾ ഈ ഡിഫറൻസ് എടുക്കണം. ഈ സെല്ല് EMF ഓഫ് ദ സെല്ല് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. ചാറ്റിൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തന്നേക്കുന്ന പ്രോസസ്സ് നോക്കാം. M2 പ്ലസ് M റിഡക്ഷനാണ്, X2 മൈനസ് റിഡക്ഷനാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഇതേതാ? ഇത് ആനോഡാ അല്ലേ? ഇത് ആനോഡായിട്ടാണ് തന്നേക്കണേ. ഇതെന്താ തന്നേക്കണേ? കാഥോഡായിട്ടാണ് തന്നേക്കണേ. അപ്പോൾ ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് 0.34 മൈനസ് 0.46 മൈനസ് 0.12. ഈ സെല്ല് നെഗറ്റീവാണ്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് NF. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് NF. സ്റ്റാൻഡേർഡാണ് കൊടുത്തേക്കണേ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡെൽറ്റ ജി എന്തായി മാറി? നെഗറ്റീവായിട്ട് മാറി. ഫാരഡേ 96% പോസിറ്റീവാണ്. എന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് 2 അവിടെ 2 ഇലക്ട്രോണാണ്. അപ്പോൾ അത് പോസിറ്റീവാണ്. മൈനസ് ഉണ്ട്, മൈനസ് പോസിറ്റീവാണ്. ഡെൽറ്റ ജി എന്തായിരിക്കാം? പോസിറ്റീവായി. സോ ഇറ്റ് ഈസ് നോട്ട് സ്പോണ്ടേനിയസ്. അത് സ്പോണ്ടേനിയസ് അല്ല. ഈ സെല്ല് നമുക്ക് കിട്ടിയത് -0.12. അപ്പോൾ ഇത് രണ്ടും തെറ്റാ, നോക്കാനേ ഇല്ല. പിന്നെ ഇതിലേതാ സ്പോണ്ടേനിയസ് നോക്കണം. ഇറ്റ് ഈസ് M2 പ്ലസ് ആയിട്ട് മാറണു. M2 പ്ലസ് ആയിട്ട് മാറണു. അതാണ് നടന്ന പ്രോസസ്സ്, ആനോഡിൽ നടന്ന പ്രോസസ്സ്. X2 മൈനസ് ആയിട്ട് മാറണു. അപ്പോൾ M പ്ലസ് എക്സ് ഗീസ് M2 പ്ലസ് X2 മൈനസ്. ഈ പ്രോസസ്സിൻ്റെയാണ് നമ്മൾ ഈ എഴുതിയേക്കണേ. ഈ പ്രോസസ്സിൻ്റെയാണ്. ഈ പ്രോസസ്സ് സ്പോണ്ടേനിയസ് അല്ല.
m plus x m2 plus it is not spontaneous കാരണം ഈ സെല്ല് നെഗറ്റീവാണ്, ഡെൽറ്റ ജി പോസിറ്റീവാണ്, അപ്പോൾ നടക്കില്ല. റിവേഴ്സ് ഈസ് സ്പോണ്ടേനിയസ്, കാരണം തിരിച്ചിടുമ്പോൾ എന്ത് സംഭവിക്കും, ഇവരെല്ലാം സൈൻ തിരിയും, ഈ സെല്ല് എന്തായിട്ട് മാറും, പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ റിവേഴ്സ് ഈസ് പോസിറ്റീവ്, m2 പ്ലസ് പ്ലസ് x2 മൈനസ് ഗീസ് mx, അത് റിവേഴ്സ് പോസിറ്റീവാണ്. സൂക്ഷിച്ച് ഡീൽ ചെയ്യണേ. നോക്കിക്കോളൂ, ലെഫ്റ്റിൽ എഴുതുന്നത് ആനോഡ്, റൈറ്റിൽ എഴുതുന്നത് കാഥോഡ്. നടുക്ക് രണ്ട് ഡബിൾ ലൈൻ, ഫേസ് ബൗണ്ടറി എന്ന് പറയുക, സെപ്പറേറ്റ് ചെയ്യാൻ സിംഗിൾ ലൈന്. അപ്പോൾ നടുക്ക് എഴുതുന്ന ഡബിൾ ലൈൻ സോൾ ബ്രിഡ്ജാണ്. ഇ സെൽ ഈസ് ഈക്വൽ ടു റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. E0 കാഥോഡ് മൈനസ് E0 ആനോഡാണ്. കാഥോഡായിട്ട് നമ്മൾ എടുത്തേക്കുന്ന ആളുടെ മൈനസ് ആനോഡായിട്ട് എടുത്തേക്കുന്ന ആളുടെ. സൂക്ഷിച്ച് ചെയ്യണേ. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് NF. ഈ സെല്ല് പോസിറ്റീവ് ആകുമ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആകുമ്പോഴാണ് സ്പോണ്ടേനിയസ് ആവുക. ഈ സെല്ലിലെ പ്രോസസ്സ് നമ്മൾ എഴുതി m2 പ്ലസ്. ഈ വരയുടെ മീനിങ് ആരോയാ, റിയാക്ടൻ്റ് ബാർ പ്രൊഡക്റ്റ് എന്നാ, x2 മൈനസ്, അങ്ങനെ അതിൻ്റെ മീനിങ് കേട്ടോ. അടുത്ത് n പ്രൊപ്പനോൾ ആൻഡ് ഐസോപ്രൊപ്പനോൾ മാച്ച് ദ ഫോളോയിങ് ആണ്, നമ്മളൊരു മാച്ച് ചെയ്യാനാണ് പറയുന്നത്. n പ്രൊപ്പനോൾ ആൻഡ് ഐസോപ്രൊപ്പനോൾ. n പ്രൊപ്പനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A, CH3 CH2 CH2OH, ഇതാണ് n പ്രൊപ്പനോൾ. ഐസോപ്രൊപ്പനോൾ CH3 CHOH CH3. പ്രൊപ്പൻ 1 പ്രൊപ്പൻ 2, ദേ ആർ പൊസിഷൻ ഐസോമേഴ്സ്. A3 ദേ ആർ പ്രൊപ്പൻ 1, ഇത് പ്രൊപ്പൻ 2, ദേ ആർ പൊസിഷൻ ഐസോമേഴ്സ്. 1 and 2 അല്ലേ, പൊസിഷൻ മാത്രമല്ലേ വ്യത്യാസമുള്ളത്. മെത്തോക്സി പ്രൊപ്പൈൻ ആൻഡ് എത്തോക്സി ഈഥീൻ, ദേ ആർ മെറ്റാമേഴ്സ്. മെറ്റാമറിസം B1 A3 B1, അത് രണ്ടെണ്ണമുണ്ട്, 2ഉം 4ഉം. B CH3O CH2 CH3. ഇത് 1 മെത്തോക്സി പ്രൊപ്പൈൻ ആണോ 2 മെത്തോക്സി പ്രൊപ്പൈൻ, ഏതായാലും കുഴപ്പമില്ല. ഇറ്റ് ഈസ് എത്തോക്സീഥീൻ CH3 CH2O CH3. സോ ദേ ആർ മെറ്റാമേഴ്സ്. C പ്രൊപ്പനോൺ ആൻഡ് പ്രൊപ്പനാൽ, ദേ ആർ ഫങ്ഷൻ ഐസോമേഴ്സ്. ഒന്ന് ആൽഡിഹൈഡും CO CH3, പ്രൊപ്പനോൺ CH3 CH2 CHO, പ്രൊപ്പനാൽ, ദേ ആർ ഫങ്ഷൻ ഐസോമേഴ്സ്. രണ്ടും തമ്മിൽ ഫങ്ഷൻ ഐസോമേഴ്സ്. C4. അപ്പോൾ ആൻസർ 2. നിയോപെൻറ്റൈൻ ആൻഡ് ഐസോപെൻറ്റൈൻ. നിയോപെൻറ്റൈൻ CH3D CH3 ഇതാണ് നിയോപെൻറ്റൈൻ. ഐസോപെൻറ്റൈൻ ഇതാണ് ഐസോപെൻറ്റൈൻ. ഐസോപെൻറ്റൈനിൽ മൊത്തം 5 കാർബൺ ഉള്ളൂ കേട്ടോ, സ്ട്രെയിറ്റ് ചെല്ലിൽ 5 ഇല്ല, മൊത്തം 5 കാർബണാണ്. സോ ദേ ആർ ഓഫ് കോഴ്സ് ചെയിൻ ഐസോമേഴ്സ്. ഇത് ചിലപ്പോഴേ ഈ ആദ്യത്തേത് പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ വഴിയുണ്ട്. n പ്രൊപ്പനോൾ ആൻഡ് ഐസോപ്രൊപ്പനോൾ, അത് ചിലപ്പോൾ സംശയം ഉണ്ടാകാൻ വഴിയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചെയിൻ ഐസോമേഴ്സ് എഴുതി വയ്ക്കാൻ സാധ്യതയുണ്ട്. നമ്പർ ഓഫ് അയോൺസ് ഫ്രം ദ ഫോളോയിങ് എബിലിറ്റി ടു ലിബറേറ്റ് ഹൈഡ്രജൻ വിത്ത് ഡൈലൂട്ട് ആസിഡ്. ഡൈലൂട്ട് ആസിഡായിട്ട് വരണമെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. ലൈക്ക് സിങ്ക് ഹൈലി റിയാക്റ്റീവ് ആയിരിക്കണം, റിയാക്റ്റീവ് മെറ്റൽസ് ആയിരിക്കണം, ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആയാൽ മതി. ഇവരെല്ലാവരും അങ്ങനെ തന്നെയാണ്. ടൈറ്റാനിയം, ക്രോമിയം, വനേഡിയം ഒക്കെ അതേ കാറ്റഗറിപ്പെട്ട ഓൾ ദ 3. സിമ്പിൾ. അത് D ബ്ലോക്കിൽ ആ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംശയമുള്ളവർ ആ ബോക്സ് ഒന്ന് എടുത്തു നോക്കണം. അവരുടെ 2+ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഐഡൻറ്റിഫൈ ദ A, B of the given chemical reaction. Anhydrous aluminum chloride, it is Friedrich reaction. ഇത് സക്സീനിക് അൺഹൈഡ്രേറ്റാ, സക്സീനിക് ആസിഡിൽ നിന്ന് അൺഹൈഡ്രേറ്റ് ഉണ്ടായി. അലൂമിനിയം AlCl3. അപ്പുറപ്പായിട്ടും ഇതിലേക്ക് ഇതങ്ങോട്ട് അറ്റാച്ച് ചെയ്യും. AlCl3 ഇവിടെ പിടിക്കും, എന്നിട്ടൊരു പ്ലസ് ഉണ്ടാകും, പ്ലസ് ഇവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. AlCl3 ഇവിടെ ബോണ്ട് ഫോം ചെയ്യും, അപ്പോൾ ഇത് ബോണ്ട് ഫ്രീ ആവും, ഇവിടെ പ്ലസ്, ഇത് ഈ ബോണ്ട് വലിച്ചെടുക്കും.
അപ്പോൾ ഇവിടെ പ്ലസ് ഉണ്ട്, പ്ലസ് ഇവിടെ അറ്റാച്ച് ചെയ്യും. ഡബിൾ ബോണ്ടോ ഇതിവിടെ അറ്റാച്ച് ചെയ്തു. CO നോക്കി, ഇത് കൺഫ്യൂഷൻ ആവരുത്. ഇതിവിടെ അറ്റാച്ച് ചെയ്തു. പിന്നെ ഈ രണ്ട് പാർട്ടുണ്ട്. പിന്നെ CO LCl3 സിങ്കമാൽഗാൻ്റെ കോൺസെൻട്രേറ്റ് സിങ്കമാൽഗാൻ്റെ കോൺസെൻട്രേറ്റ് ആകുമ്പോൾ അത് റെഡ്യൂസ് ചെയ്യപ്പെടും. കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യും, വേറെ ആരും റെഡ്യൂസ് ചെയ്യില്ല. ഈ CH2 ആയിട്ട് മാറും, CO ഗ്രൂപ്പിനെ. ഇതാണ് സിങ്കമാൽഗാൻ്റെ കോൺസെൻട്രേറ്റ്. ക്ലമൻസൻ റിഡക്ഷൻ കോൺസെൻട്രേറ്റ് CO LCl3. അത് ഹൈഡ്രോളിസ് നടത്തണം, H+ ആയിട്ട് മാറണം, ഹൈഡ്രോളിസ് നടക്കണം. അപ്പോൾ അത് എന്ത് ചെയ്യണോ, COH ആയിട്ട് മാറണം. ഇത് റിങ് ക്ലോഷർ നടക്കണം, ഇവിടെ H+ പോകണം. സിങ്കമാൽഗ HCl ആയി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും COH ആയിട്ട് മാറിയിട്ടുണ്ടാവും. HCl ഇല്ലേ, ഉറപ്പായിട്ടും അത് ഹൈഡ്രലൈസ് ചെയ്ത് പോകും. ഇത് ആദ്യം ആഡ് ചെയ്യുമ്പോൾ LCl3 ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കും. അതിനെ വീണ്ടും സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും CO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യണു, COH ആയിട്ട് മാറണു, ഇതായിട്ട് മാറണം. അപ്പോൾ നമുക്ക് COH ആയിട്ട് മാറണം. COHനെ തന്നെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ A ആയിട്ട് COH ഉള്ളത്, A ആയിട്ട് COH ഉള്ളത് രണ്ടും, B ആയിട്ട് COH ഉള്ളത് 4. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് LCl3 വന്നു, അറ്റാച്ച് ചെയ്യണു, COH ആയിട്ട് വന്നു. തന്നേക്കണ ഓപ്ഷൻസിലേക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിന് COH COA LCl3 വരും, അത് LCl3 വിട്ടു പോയിക്കോളും. ഇവിടുന്ന് H+ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും H+ അവിടെ വന്നോളും, COH ആയിട്ട് മാറിക്കോളും. വീണ്ടും അൺഹൈഡ്രസ് ക്ലോറൈഡ് കോൺസെൻട്രേറ്റ്സിൽ ഇവിടെ റിഡക്ഷൻ നടത്തണം. ഇതെന്തായാലും തെറ്റാ, കാരണം ഡബിൾ ബോണ്ടോ ഇല്ല, അപ്പോൾ തെറ്റാ. സോ ആൻസർ ഈസ് സിമ്പിൾ 4. നിങ്ങളൊന്ന് ഇത്തിരി ചിന്തിച്ചാൽ കിട്ടണമുള്ളൂ. മെറ്റാലിക് റേഡിയസ് ഓഫ് Na+ ഈസ് 1.86 ആംസ്ട്രോം ആവാം. അതിപ്പോൾ നമ്മൾ വാല്യൂ കാണാണ്ട് ചോദിച്ചാൽ അത് NCERT ക്ലാസിഫിക്കേഷനിൽ ഇതിൻ്റെയൊക്കെ ഡേറ്റ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് മെറ്റാലിക് റേഡിയസിൻ്റെയൊക്കെ വാല്യൂ കൊടുത്തേക്കണേ. സെക്കൻഡ് പീരീഡിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ അയണിക് റേഡിയസ് ഓഫ് Na+ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് 1.86. ഓഫ് കോഴ്സ്, കാരണം ഒരു ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ കാറ്റയോൺ ആയിട്ട് മാറും. കാറ്റയോൺ ഈസ് ഓൾവേസ് സ്മോളർ. Cation is smaller than atom. Anion is bigger. Anion is bigger than atom. Its atom. അപ്പോൾ metallic radius Na+ is always smaller than its atom. Ions are always smaller than the size the corresponding elements. തെറ്റാണ്. എല്ലാ അയോൺസ് അല്ല, കാറ്റയോൺസ് ആർ. ഇവിടെ കാറ്റയോൺസാണ് കൊടുത്തിരുന്നെങ്കിൽ കറക്റ്റ് ആയതിനെ, കാറ്റയോൺസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. Quite simple. Given below two statement, one is labeled as A and other is labeled as RE. NH3 and NF3 have pyramidal shape. ശരിയാണ്. NH3 നൈട്രജനിൽ ആകെ ഉള്ളത് വാലൻസ് ഇലക്ട്രോൺ 5 വാലൻസ് ഇലക്ട്രോൺ ഉള്ളത്. നൈട്രജനിലുള്ളത് 5 വാലൻസ് ഇലക്ട്രോൺ. 3 ഹൈഡ്രജനായിട്ട് ബോണ്ട് ചെയ്തു, അല്ലെങ്കിൽ 3 ഫ്ലൂറിനായിട്ട് ബോണ്ട് ചെയ്തു, ഫ്ലൂറിനായിട്ട് ബോണ്ട് ചെയ്തു. ബാക്കി ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് അത് പിരമിഡിലാണ്. ഒരു ലോൺ പെയറും 3 ബോണ്ട് പെയറും. ഉറപ്പായിട്ട് അവരുടെ ഷേപ്പ് എന്ത് ഷേപ്പാണ്? പിരമിഡൽ ഷേപ്പാണ്. വിത്ത് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇൻ നൈട്രജൻ ആറ്റം. ശരിയല്ലേ? റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻ്റ് ഓഫ് NH3 ഈസ് ഗ്രേറ്റർ ദാൻ NF3. ശരിയാണ്. കാരണം ഇവിടെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 2.1 ആണ്. നൈട്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈസ് 3 ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ സൈഡിലേക്കായിരിക്കും ഇങ്ങോട്ട് ഉണ്ടാകുക ബോണ്ട് ഡൈപോൾ. ഇത് അറ്റോമിക് ഡൈപോൾ ഔട്ട്വേർഡ്സ് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും.
NF3 ഇങ്ങോട്ടായിരിക്കും. കാരണം ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 4 പോളിംഗ് സ്കെയിൽ കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. എന്നിട്ട് എൻ്റെ 3. അപ്പോൾ ഇത് ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇത് ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം മുകളിലേക്കും ബാക്കി താഴേക്കും. അപ്പോൾ റിസൾട്ടിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. 0.8 സംതിങ് കണ്ട. അപ്പോൾ NCERTയിൽ അതേ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിൽ the resultant dipole moment of NS3 is greater than. So, statement is true. In NS3, orbital dipole due to the lone pair is same direction as the resultant dipole moment of NH bond. ശരിയാ, കാരണം അതെല്ലാം ഒരേ ഡയറക്ഷനിലാണ്. F is a most electronegative element, അതുകൊണ്ട് നേരെ തിരിച്ച. Fluorine is a most electronegative, അപ്പോൾ തിരിച്ചാണ്. So, assertion is correct, reason is correct, and it is a correct explanation. So simple. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ആൻസർ കിട്ടി. 4ാമത്തെ ആൻസർ. കൺസിഡർ അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ഇൻ വാട്ടർ. ഇറ്റ്സ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഈസ് Ka ഈസ്, നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ K ഈസ് ഈക്വൽ ടു, ഓപ്ഷൻസ് ഒന്നുമില്ല, കണ്ടാൽ തിരിച്ചറിയാലോ. K ഈസ് ഈക്വൽ ടു 6.25 into 10⁻⁵. If 5 ml of acetic acid is dissolved in 1 liter, the solution will dissolve at -6 into 10⁻², provided that pure water freezes at 0 degrees Celsius. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ ഫ്രീസിംഗ് പോയിൻ്റ് ആണ്, TF ആണ് കണ്ടുപിടിക്കുന്നത്. TF കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡെൽറ്റ TF കണ്ടുപിടിക്കണം. ഡെൽറ്റ TF കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു I into KF into M വേണം. I into KF into M വേണം. അപ്പോൾ I വേണം, KF വേണം. KF വന്നിട്ടുണ്ടാവും, KF വന്നിട്ടുണ്ട്, KF തന്നിട്ടുണ്ട്. I കണ്ടുപിടിക്കണം. I കണ്ടുപിടിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ N-1. അപ്പോൾ ആൽഫ കണ്ടുപിടിക്കണം. അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ എന്ത് വേണം, ആൽഫ കിട്ടിയാൽ I കിട്ടും. K തന്നിട്ടുണ്ട്, അപ്പോൾ ആൽഫ കണ്ടുപിടിക്കാം. K തന്നിട്ടുണ്ട്, അപ്പോൾ ആൽഫ കണ്ടുപിടിക്കാം. ആൽഫ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, I കിട്ടും. KF തന്നിട്ടുണ്ട്, M കണ്ടുപിടിക്കണം. അപ്പോൾ മൊളാരിറ്റി ആദ്യം കണ്ടുപിടിക്കണം. 5 ml of acetic acid dissolved in 1 liter of water. Density of acetic acid 1.5 gram per ml. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 1.2 gram per. Density of acetic acid 1.2 gram per ml. Density is equal to mass by volume. So, mass is equal to density into volume. Mass of acetic acid 1.2 into 5. That much gram. Then 6 gram. Number of moles is equal to given mass divided by molar mass. 6 by 60. 10⁻⁻1. Concentration is equal to number of moles divided by volume in liter. 10⁻⁻1 divided by 1. 10⁻⁻1 molar concentration. K alpha is equal to root of Ka divided by C. Alpha ചെറുതാണെന്നുള്ള അസംഷൻ്റെ പുറത്ത്. അപ്പോൾ root of 6.25 into 10⁻⁻5 divided by 10⁻⁻1. അപ്പോൾ 10⁻⁻5 10⁻⁻1 10⁻⁻4 കിട്ടും. 6.25 625 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25-ൻ്റെയാണ്. അപ്പോൾ 2.5 റൂട്ട് ഓഫ് 625 എന്ന് പറഞ്ഞാൽ 2.5. 10⁻⁻5ഉം 10⁻⁻1ഉം 10⁻⁻4 വരിക. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 10⁻⁻2. അപ്പോൾ ആൽഫയുടെ വാല്യൂ കിട്ടി. നമുക്ക് ഓരോന്നോരോന്ന് ചെയ്ത് പോകാട്ടോ, തിരക്ക് പിടിക്കണ്ട, പതിയെ ചെയ്താൽ മതി, സമാധാനപരമായിട്ട് ചെയ്താൽ മതി. നമുക്ക് ആൻസർ കണ്ടെത്തല്ലേ വേണ്ടത്. അപ്പോൾ ആൽഫയുടെ വാല്യൂ കിട്ടി. ഇനി ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ ഈസ് ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ N-1. ആൽഫ 2.5 into 10⁻⁻2. 0.025. 2 പോയിന്റ് മാറ്റിയിട്ടാൽ പോരെ. ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ I-1 ഡിവൈഡഡ് ബൈ N. അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്താക്കുന്ന അസറ്റേറ്റ് അയോണും H+, കിട്ടുന്ന അയോണിൻ്റെ എണ്ണം 2. അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്താൽ CH3COH ഡിസോസിയേറ്റ് ചെയ്താൽ കിട്ടുന്ന CH3CO- H+.
അപ്പോൾ അയോണിൻ്റെ എണ്ണം കിട്ടുന്ന അയോണിൻ്റെ എണ്ണം 2. അപ്പോൾ എന്നിൻ്റെ എണ്ണം 2 മൈനസ് 1. അപ്പോൾ I ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 1, അതങ്ങോട്ട് ക്യാൻസലാവും. അപ്പോൾ I മൈനസ് 1 ഈസ് ഈക്വൽ ടു 1.25, ആ 1 അങ്ങോട്ട് കൊണ്ടുപോവുക, 1.025 ഐയുടെ വാല്യൂ കിട്ടി. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു 1 ലിറ്റർ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം തന്നെയാണ്, കാരണം ഡെൻസിറ്റി 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മൊളാരിറ്റി ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ എത്ര ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു 1.025 ഇൻറ്റു ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു കെ എഫ് 1.86 ഇൻറ്റു എം നമുക്ക് എത്ര കിട്ടുകയാണ് 10⁻⁻1. 1.86 ഇൻറ്റു 1.025, അപ്പോൾ 1.9 ഇൻറ്റു 10⁻⁻1. നമുക്ക് വേണ്ടത് 10⁻⁻2 ഇല്ല. അപ്പോൾ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 ഇൻറ്റു 10⁻⁻2 ഡെൽറ്റ ടി എഫ്. അപ്പോൾ ടി എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ടി എഫ് മൈനസ് ടി എഫ് ഡാഷ്. ഒന്ന് 0 അല്ലേ, പിന്നെ ഒന്നും നോക്കാനൊന്നുമില്ല. അപ്പോൾ അത്ര ഡേറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ഈസ് ഈക്വൽ ടു മൈനസ് 19 ഇൻറ്റു 10⁻⁻2. സോറി, ഇവിടുത്തെ ദെർഫോർ ആൻസർ ഈസ് ഈക്വൽ ടു 19. സൂക്ഷിക്കണേ, നല്ല പണിയാണ്. കെ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? കെ ഈക്വൽ ടു ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ഡിവൈഡ് ബൈ സി. അപ്പോൾ അതിന് സി കണ്ടുപിടിക്കണം. ഡെൻസിറ്റി തന്നിട്ടുണ്ട്, മാസ് കണ്ടുപിടിച്ചു, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു, കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു, എന്നിട്ട് ആൽഫ കണ്ടുപിടിച്ചു. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ചെയ്ത് പോകാനുള്ള ഒരു ക്ഷമ കാണിക്കണം. ചെയ്ത് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ആൻസറിലേക്ക് എത്തിക്കൊള്ളും. സിമ്പിളാണ്. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു 19. ക്വസ്റ്റ്യൻ നമ്പർ 82. X gram of ethanamine is subjected to reaction with NaNO2 and HCl, followed by hydrolysis liberate N2 and HCl. NaNO2 and HCl തമ്മിൽ റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്നത് HNO2 and HCl. അതാ റിയാക്ഷൻ നടക്കുക. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് CH3CH2 എത്തനാമീൻ NH2 ആരോട്ട് റിയാക്ട് ചെയ്യണു? ഇറ്റ് ഈസ് HNO2 and HCl. അപ്പോൾ CH3CH2 N2 പ്ലസ് CL ഉണ്ടാകുക. HNO2 ആൻഡ് NaNO2 ആൻഡ് HCl ആയിട്ട് റിയാക്ട് ചെയ്താൽ HNO2ൻ്റെ റിയാക്ഷൻ നടക്കും. അതിൽ നിന്ന് ആര് ലിബറേറ്റ് ചെയ്യും? N2 ലിബറേറ്റ് ചെയ്യും. പിന്നെ ആരാണ്ടാകുക? ഈസ് അക്വ സൊല്യൂഷനിൽ H2 ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന CH3CH2OH ആൻഡ് N2 ആൻഡ് HCl. ഇതാണ് ബ്രേക്ക് ചെയ്തു. N2 പോവും, OH ഇവിടെ വരും, H വരും. അപ്പോൾ ഒരെണ്ണം ഒരു മോളിനെ ലിബറേറ്റ് ചെയ്യുക. 0.2 മോൾ NaOH റിയാക്ട് ചെയ്യുന്ന 0.2 മോൾ HCl ആയിട്ടാണ്. കാരണം ബിക്കോസ് ദേ ആർ ഒരു H പ്ലസ് ഒരു OH മൈനസ് തരുന്ന. അപ്പോൾ ഇവിടെയുള്ളത് HClൻ്റെ എമൗണ്ട് 0.2 മോളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഇതിൻ്റെ എക്സ് ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 മോളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ മോളിക്കുലർ മാസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മോളിക്കുലർ മാസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് എത്ര ഗ്രാം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാർബൺ 12, 3 15, 12 പ്ലസ് 2 14 പ്ലസ് 2 ഇത് എത്ര വരെ? ഈസ് ഈക്വൽ ടു 12ഉം 2ഉം 14, 28, 30, 35, 45. ഇറ്റ് ഈസ് 0.2 മോൾ. ഇറ്റ് ഈസ് W ഗ്രാം ഡിവൈഡഡ് ബൈ അഥവാ എക്സ് ഗ്രാം ഡിവൈഡഡ് ബൈ 45. എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരെ? ഈസ് ഈക്വൽ ടു 45 ഇൻറ്റു 0.2 ഈസ് ഈക്വൽ ടു 9 ഗ്രാം. ഡയറക്റ്റ് നോക്കണേ, ഈ റിയാക്ഷൻ എഴുതിയാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. റിയാക്ഷൻ പ്രോപ്പറായിട്ട് എഴുതിയാൽ പെട്ടെന്ന് കിട്ടിക്കോളും. സോ ആൻസർ ഈസ് ഈക്വൽ ടു 9. ആൻസർ ഡയറക്റ്റ്ലി 9 എന്ന് കിട്ടിക്കോളും. നമ്പർ ഓഫ് കോമ്പൗണ്ട് ദാറ്റ് ഫോം സീറോ ഡൈപോളിൻ്റെ HF സീറോ ഡൈപോളിൻ്റെ അല്ല. ഫ്ലൂറിൻ ഡെൽറ്റ മൈനസും ഡെൽറ്റ പ്ലസും. സോ അല്ല. H2 HH ബോണ്ട് രണ്ടും ഒരേപോലത്തെ ബോണ്ടാണ്. സോ ഇറ്റ് ഈസ് ഒരെണ്ണായി. H2S H സത്ര അറിഞ്ഞാൽ കേട്ടോ നടക്കുള്ളൂ. അല്ല.
CO2 C ഡബിൾ ബോണ്ടോ കാര്യം പറഞ്ഞാൽ പൊളാരിറ്റി ഉണ്ടെങ്കിലും അത് ക്യാൻസൽ ആയി പോകും. 2 NH3 ലോൺ പെയർ ഉണ്ട്, അപ്പോൾ അത് ക്യാൻസലായി പോവില്ല. BF3 ക്യാൻസലായി പോവും. CH4 ക്യാൻസലായി പോവും. CH ക്യാൻസലായി പോവില്ല. CH Cl ക്യാൻസലായി പോവില്ല. SiF4 CH4 തന്നെയാണ് പോലെ തന്നെയാണ്. SiF4 ടെട്രാഹെഡ്ര ഒരേപോലത്തെ ഗ്രൂപ്പുകളിൽ ക്യാൻസലായി പോയിക്കോളും. H2O H2S പോലെ തന്നെയാണ്. OH ലോൺ പെയർ ക്യാൻസലായി പോവില്ല. ഇവരെയൊക്കെ സ്ട്രക്ചർ അറിയണം കേട്ടോ. HF ഡയറക്റ്റ് എഴുതിയാൽ മതി, HF തമ്മിലുള്ള ബോണ്ട്. H2 HH ബോണ്ട, രണ്ടും ഒരേ ഇലക്ട്രോൺ ആൻറ്റിറ്റിയാണ്, നത്തിങ് ടു ഡു. അപ്പോൾ ആൻസർ എത്ര നോക്കണം കേട്ടോ. BeF2 BeF ലീനിയറാ, ക്യാൻസലായി പോകും. അപ്പോൾ 1 2 1 2 3 4 5 6. ആൻസർ ഈസ് ഈക്വൽ ടു 6. H2S സൾഫർ ബാലൻസ് ഇലക്ട്രോൺ 6, 2 ഹൈഡ്രജനായിട്ട് ബോണ്ട് ചെയ്തു, ബാക്കി 2 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ടെട്രാഹെഡ്ര 2 ലോൺ പെയർ 2 ബോണ്ട് പെയർ. അതേപോലെ CO2 C ഡബിൾ ബോണ്ടോ ഡയറക്റ്റായിട്ട് കാർബണിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ 4, 2 ഒരു ഓക്സിജൻ 2 ഇലക്ട്രോൺ, അടുത്ത ഓക്സിജൻ 2 ഇലക്ട്രോൺ, 4 ഇലക്ട്രോൺ പോയി, ലോൺ പെയർ ഒന്നുമില്ല, ലീനിയറാണ്. VSEPR തിയറി അറിയണം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇൻ ക്ലെയ്സൺ സ്മിത്ത് റിയാക്ഷൻ ടു പ്രിപ്പയർ 351 gram of dibenzal acetone using 87 gram of acetone, amount of benzaldehyde required. ഡൈബെൻസാൽ അസറ്റോൺ ആണ് ഉണ്ടാക്കേണ്ടത്. നമുക്കുണ്ടാക്കേണ്ടത് ഡൈബെൻസാൽ അസറ്റോണാണ്. ഇതാട്ടോ ഡൈബെൻസാൽ അസറ്റോൺ. CH2 എന്ന ബെൻസൈൽ, CH എന്ന ബെൻസാൽ, ഡബിൾ ബോണ്ട് CH CO CH, ഇതാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഉണ്ടാകേണ്ടത് ഇറ്റ് ഈസ് 2 ബെൻസാൽഡിഹൈഡും ഒരു അസറ്റോണും, 2 ബെൻസാൽഡിഹൈഡ് ഒരു അസറ്റോണും, 2 ബെൻസാൽഡിഹൈഡ് ഒരു അസറ്റോണും, 87 ഗ്രാം അസറ്റോൺ, 87 ഗ്രാം അസറ്റോൺ ഉണ്ടെന്നാണ് പറയണേ. അപ്പോൾ ഇത് എത്ര മോളുണ്ട് നോക്കാം. ഇറ്റ് ഈസ് 2 മോളിന് 1 മോൾ വെച്ചിട്ടാണ് വേണ്ടത്. ബെൻസാൽഡിഹൈഡ് എന്തോരം വേണമെന്നാണ് കണ്ടുപിടിക്കണ്ടേ. ഇത് റിയാക്ഷനാണ്. ആൽഡോൺ കണ്ടൻസേഷൻ റിയാക്ഷൻ, ആൽഡോൺ കണ്ടൻസേഷനാണ്. അപ്പോൾ നമുക്ക് 2 മോളിന് 1 മോൾ വെച്ചിട്ട് വേണം. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് 87 ഗ്രാം. അസറ്റോണിൻ്റെ മോളിക്കുലർ മാസ് നമുക്ക് നോക്കാം. അസറ്റോണിൻ്റെ മോളിക്കുലർ മാസ് 12 × 3 36 +6 +16. ദെൻ 58 ഗ്രാം ഉണ്ട്. ഡൈബെൻസാൽ അസറ്റോൺ 351. ഇതിൻ്റെ മാസം ഒന്ന് എടുത്ത് നോക്കാം. ഇത് C6H5 CH ഡബിൾ ബോണ്ട് CH CO CH ഡബിൾ ബോണ്ട് CH C6H5. 72 5 77 +13 +13 16 12 28 +13 +13 +77. ഇത് ചേർത്താൽ തന്നെ 90ആയി. 90 26 28 234. 234 ഇറ്റ് ഈസ്, അപ്പോൾ 234 ഇതിൻ്റെ മോളിക്കുലർ മാസ്. കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 234. നമുക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രം മതി കേട്ടോ, ഞാനത് ബാക്കി മാച്ച് കളയാം. 234 234. അപ്പോൾ തന്നേക്കടെ കിട്ടിയ മാസ് 351 / 234 പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.5 കിട്ടും. ഇത് 1.5 മോള് വേണം. ഇത് 2 മോൾ എടുത്താൽ അവിടെ എത്ര കിട്ടുക? 2 മോൾ എടുത്തു കഴിഞ്ഞാൽ
1 മോളാണ് കിട്ടുക. അപ്പോൾ 1.5 കിട്ടണമെങ്കിൽ എത്ര എടുക്കണം? ഇറ്റ് ഈസ് 2 മോളിൽ നിന്ന് 1 മോളാണ് കിട്ടുക. 2 മോളിൽ നിന്ന് 1 മോള്. അപ്പോൾ 1.5 മോള് കിട്ടണമെങ്കിൽ 3 മോൾ എടുക്കണം. 3 മോൾ എടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് അസറ്റോൺ എക്സസ് ഉണ്ട്, പേടിക്കേണ്ട. അസറ്റോൺ ആവശ്യത്തിൽ കൂടുതലുണ്ട്. 87 ഗ്രാമൊന്നും ആവശ്യമില്ല. അതിൻ്റെ മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടതാണ്, അത് എക്സസ് ആണ്. ഇറ്റ് ഈസ് എക്സസ്. അപ്പോൾ ഇതിൻ്റെ 3 ഇരട്ടി. ഇറ്റ് ഈസ് ഇതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C6H5CHO 3 മോള് വേണം. 12 72 5 77 12 + 1 + 16 കൂട്ടി നോക്കാം. കൂട്ടി നോക്കി കഴിഞ്ഞാൽ 72 12 84 16 100 106 106 × 3 318 ഗ്രാം. therefore ആൻസർ ഈസ് ഈക്വൽ ടു 318 ഗ്രാം. സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ അല്ലേ? ഒന്ന് ചെയ്യാനുള്ള ശ്രമം നടത്തിയാൽ മതി. സിമ്പിളാണ്. 2 മോൾ അസറ്റാൽ ബെൻസാൽഡിഹൈഡ് 1 മോൾ അസറ്റോണായിട്ട് റിയാക്ട് ചെയ്താലാണ് എന്ത് കിട്ടുക? ഇറ്റ് ഈസ് ആൽഡോകണൈസേഷൻ നടന്നിട്ട് ഡൈബെൻസാൽ അസറ്റോൺ കിട്ടുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ മാസ് കണ്ടുപിടിക്കാൻ അറിയണം, മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ അറിയണം. ഇത് എക്സസ് ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാലേ തെറ്റാണ്ടിരിക്കുള്ളൂ. കാരണം അതിൻ്റെ ഒരു സെറ്റല്ലാത്തൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേ പ്രതീക്ഷിച്ചു. 12 36 36 42 42 10 52 6 58 36 42 42 10 52 6 58 എക്സസ് ഉണ്ട്. 87 ഗ്രാം ഉണ്ട്. സോ ഇവിടെ 2 മോൾ എടുക്കുമ്പോൾ 1 മോൾ മതി. ഉറപ്പായിട്ടും അതിൽ കൂടുതലുണ്ട്. സോ നോ നീഡ് ടു വറി. അവിടെ 1.5 മോൾ കിട്ടണമെങ്കിൽ ഇവിടെ 1.5 മോൾ മതി. 12 × 3 36 36 42 42 10 52 58 58 അതിൻ്റെ ഒരു പകുതി 29. കറക്റ്റാ? എക്സസ് ഒന്നുമില്ല, കറക്റ്റ്. 9 17 1 87 എക്സസ് ഇല്ല, കറക്റ്റാ. 87 കറക്റ്റാണ് വേണ്ടത് എമൗണ്ട്. സോ കറക്റ്റ് എമൗണ്ട് ഉണ്ട്. ഞാൻ എക്സസ് ആയിരിക്കും എന്ന് വിചാരിച്ചു, അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് ചെയ്താലും കിട്ടും എന്നുള്ളത് മനസ്സിലായി. പ്രൊഡക്റ്റ് C of the following sequence of reaction has dash pi bonds. ഇതിനെ നമുക്ക് ഇതാണ് റിയാക്ഷൻ. KMnO4 KOH ഹീറ്റ് ഉറപ്പായിട്ടും ബെൻസോയിക് ആസിഡായിട്ട് മാറും. എത്ര വലിയ ബ്രാഞ്ചാണെങ്കിലും COH ആയിട്ട് മാറും ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ. പിന്നെ FeBr3 Br2 Br2 FeBr3 ഓർത്തോപാര COH അല്ല, സോറി, മെറ്റാബ്രോമിനേഷൻ നടക്കും. മെറ്റാബ്രോമിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ ടു എത്ര പൈ ബോണ്ട് ഉണ്ടെന്ന് അയച്ചിരിക്കുന്നത്. പൈ ബോണ്ട് ഉള്ളത് പെട്ടെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ 3 എന്ന് തോന്നും, പക്ഷേ ആൻസർ ഈസ് 4. C ഡബിൾ ബോണ്ടോ OH. ഇനി ഇതാണ് കൗണ്ട് ചെയ്യേണ്ടത്. ആൻസർ ഈസ് 1 2 3 4 പൈ ബോണ്ട്. COHൻ്റെ ബോണ്ട് കൂടെ കൗണ്ട് ചെയ്തേക്കണം. അപ്പോൾ 4 വന്നുള്ളൂ. കറക്റ്റായിട്ട് ആൻസർ കിട്ടും. Using a given figure, the ratio of RF values of sample A and C are x into 10⁻⁻², the value of x is. ഇതൊരു പേപ്പർ ക്രൊമാറ്റോഗ്രാഫിയുടെ പിക്ചറാണ്. സോൾവെൻറ്റ് മൂവ് ചെയ്തേക്കണാണ് ഇത്. C മൂവ് ചെയ്തേക്കണ എത്രയാണ്? പിന്നെ A മൂവ് ചെയ്തേക്കണ എത്രയാണ്? RF value is equal to distance moved by the component divided by distance moved by the solvent. അപ്പോൾ RF of A is equal to it is 5 മൂവ് ചെയ്തേക്കണേ 12.5 is equal to 2/5 0.4. RF of C is equal to C മൂവ് ചെയ്തേക്കണ 10/12.5 4/5
0.8. Ratio of RF values ആണ് ചോദിച്ചിരിക്കുന്നത്. RF value of A by RF value of C. 0.4 by 0.8. ഇത് ചെയ്യേണ്ടിയിരുന്നില്ല, റേഷ്യോ ആകുമ്പോൾ ഡയറക്റ്റ് ചെയ്താൽ മതിയായിരുന്നു, സിമ്പിളായിട്ട് കിട്ടിയേനെ. ഈസ് ഈക്വൽ ടു എന്നാലും കിട്ടും. ഇറ്റ് ഈസ് 1/2 0.5. It is equal to 0.5 equal to 50 into 10 raised to minus 2. 0.5 ആണ് ഇവിടുത്തെ കിട്ടുന്ന വാല്യൂ. ഇവിടെ കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് x into 10 raised to minus 2 is equal to 0.5. x is equal to എത്ര വരിക? 50. ആൻസർ ഈസ് ഈക്വൽ ടു 50. 50 into 10 raised to minus 2. ആൻസർ ഈസ് ഈക്വൽ ടു 50. ക്വൈറ്റ് സിമ്പിൾ. റേഷ്യോ എടുക്കാനാണ് പറയുന്നത്. Equation ആണ് ആദ്യം. RF is equal to distance moved by the substance divided by distance moved by the component solvent. Consider following single step reaction. 2A giving 2A plus B gives C. Initial rate of reaction is recorded R1 as is equal to R1 when the reaction start with a 1.5 atm pressure of A and 0.7 atm pressure of B. After some time the rate is R2 recorded when the pressure of C become 0.5. The ratio of R1 to R2, the nearest integer ആണ് ചോദിച്ചത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2A plus B gives C. Initial rate of reaction is recorded as R1 when the reaction will start with a 1.5 atm pressure of A and 0.7 atm pressure of B. After some time the pressure, അപ്പോൾ നമുക്ക് നോക്കാം. 2A plus B gives C 1.5 0.70. ഇതാണ് ഈ സമയത്തുള്ള ഇറ്റ് ഈസ് റേറ്റ് ആണ്. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആകുമ്പോൾ ഇറ്റ് ഈസ് ആൻ എലമെൻ്ററി റിയാക്ഷൻ. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A സ്ക്വയർ ഇൻറ്റു B. അപ്പോൾ R1 ഈസ് ഈക്വൽ ടു K ഇൻറ്റു 1.5 square into 0.7. ഡയറക്റ്റ് കിട്ടി. ഇനി R2 is equal to R2 after some time the rate recorded when the pressure becomes C. അപ്പോൾ 2x x x. അപ്പോൾ 1.5 minus 2x after some time, കുറച്ച് സമയം കഴിയുമ്പോൾ എക്സ് എമൗണ്ട് ഇതിൻ്റെ സ്റ്റോയിഷ്യോമെട്രി എത്രയാണ്? 2 1 1 എന്ന് പറഞ്ഞ റേറ്റിലാണ്. അപ്പോൾ ഇതിന് 2x റിയാക്ട് ചെയ്തു, എക്സ് റിയാക്ട് ചെയ്ത് എക്സ് ഉണ്ടായി. അപ്പോൾ 1.5 മൈനസ് 2x 0.7 മൈനസ് എക്സ് എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ട് 0.5 ATM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 0.5 ATM ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എത്രയായിട്ട് മാറും? 0.7 മൈനസ് ഇത് 0.5 0.7 മൈനസ് 0.5 0.5 is equal to 0.2. ഇത് 1.5 മൈനസ് 2x 2 into 0.5 2 into 0.5 is equal to 0.5 ബാക്കി. അപ്പോൾ R2 is equal to K into സെയിം റിയാക്ഷൻ ആയതുകൊണ്ട് റേറ്റ് സെയിം ആണ്. എത്ര വരെ? ഈസ് ഈക്വൽ ടു 0.5 സ്ക്വയർ ഇൻറ്റു 0.2. ഇപ്പോൾ ഉള്ള ബിയുടെ കോൺസെൻട്രേഷൻ ഇപ്പോൾ ഉള്ള സി. R1 by R2 is equal to കെയും ക്യാൻസൽ ആയി പോവും. 1.5 സ്ക്വയർ ബൈ 0.5 സ്ക്വയർ into 0.7 by 0.2. 1.5 by 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്ക്വയർ ഇൻറ്റു ഇത് ക്യാൻസൽ ചെയ്യുന്ന 2/7 എന്ന് പറഞ്ഞാൽ 3.5 9 into 3.5 into that is equal to 9 into 35 into 10 raised to minus 1. കാരണം 10 raised to minus 1 തരാൻ പറയുന്നത്. 9 into 35 ചെയ്താൽ മതി. 35 into 9 എന്ന് പറയുമ്പോൾ 350 മൈനസ് 35 ചെയ്താൽ മതി. 315. ആൻസർ ഈസ് ഈക്വൽ ടു 315. സിമ്പിൾ. 9 ചെയ്താൽ മതി. അത് 9 ചെയ്യുന്നതിന് ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊരു 35 കുറച്ചു എന്ന് മാത്രം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. എലമെൻ്ററി സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുക. തന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റേറ്റ് ആദ്യത്തെ റേറ്റ് എഴുതി. കുറച്ച് കഴിയുമ്പോൾ സിയുടെ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് റേറ്റ് എഴുതി. ദ ഫ്യൂഷൻ ഓഫ് chromator or chromor with a sodium carbonate in presence of air
lead to the formation of product A. Potassium permanganate, potassium dichromate in the synthesis D and F local element and B, along with the evolution of CO2, the sum of spinuli magnetic moment of value of A and B is. നമുക്ക് ആദ്യം റിയാക്ഷൻ അറിയണം. ക്രോമേറ്റോർ FeO dot Cr2O3 അല്ലെങ്കിൽ FeCrO4 ആരായിട്ട് റിയാക്ട് ചെയ്യുന്നു? സോഡിയം ക്രോമേറ്റ് Na2CO3 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു in presence of air, lead to the formation of Na2CrO4 plus Fe2O3 plus CO2. ബാലൻസ് ചെയ്യുന്നത് നിങ്ങൾ ബാലൻസ് ചെയ്തു. നമുക്ക് ആവശ്യമുള്ളത് എയും ബിയുടെയും സ്പിന്നുള്ളിയും ആൻഡ് ഇവിടെയുള്ളത് Cr6+ഉം Fe3+ഉം ഉള്ളത്. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. Cr6+ഉം Fe3+ഉം ഉണ്ടാവണേ. അപ്പോൾ അവരെയൊക്കെ Cr6+ ആകുമ്പോൾ 3D0 കോൺഫിഗറേഷൻ, Fe3+ എന്ന് പറയുമ്പോൾ 3D5 കോൺഫിഗറേഷൻ. നമ്മൾ നേരത്തെ മുതൽ എഴുതണം. അപ്പോൾ ഇതിൻ്റെ സ്പിന്നുള്ളി മാഗ്നറ്റിക് മൊമെൻ്റ് വാല്യൂ 0, ഇതിൻ്റെ സ്പിന്നുള്ളി മാഗ്നറ്റിക് മൊമെൻ്റ് വാല്യൂ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് 5.9. mu is equal to square root of n into n+2 ബോർ മാഗ്നറ്റ്. D5 എന്ന് പറയുമ്പോൾ 5 അൺബൈ ഇലക്ട്രോൺ കാണും. 1 2 3 4 5 5 അൺബൈ ഇലക്ട്രോൺ. അപ്പോൾ 5 അൺബൈ ഇലക്ട്രോൺ, എന്നിൻ്റെ വാല്യൂ 2, 5. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 5 into 5 plus 2 7 root of 35. 36 ആയിരുന്നെങ്കിൽ 6 വന്നേനെ. സോ ആൻസർ ഈസ് ഈക്വൽ ടു നിയറസ്റ്റ് ഇൻറ്റിജർ എത്രയായിരിക്കും? 6. അപ്പോൾ 88ൻ്റെ ആൻസർ 6. In an atom, total number of electron having quantum numbers n is equal to 4, ml is equal to 1, ms is equal to -half is. Spin value n is equal to 4 ആണ് കരുതുക. അപ്പോൾ L can have the values 0, 1, 2, 3. അത്ര വരിക. കാരണം എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ n-1 വരിക, 0 to n-1 വരിക എല്ലിൻ്റെ വാല്യൂ. ഇനി എം എല്ലിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് 0ക്ക് കറസ്പോണ്ടിങ് 0. എം എല്ലിൻ്റെ വാല്യൂ എത്ര വരാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ഈ കേസിൽ 0 വരാം, -1 വരാം, +1 വരാം. ഈ കേസിൽ ഇറ്റ് ഈസ് ഓരോ എൽ വാല്യൂവിനും കറസ്പോണ്ടിങ് ആണ്. n equal to 4, L is equal to 0, ml equal to 0. n equal to 4, L equal to 1 ആണെങ്കിൽ ഇത് വരാം. ഇവിടെ -2, -1, 0, +1, +2, -3, -2, -1, 0, +1, +2, +3. അപ്പോൾ n equal to 4 ആണ്. അപ്പോൾ ഇതെല്ലാം ഓരോ ഓർബിറ്റൽസാണ്. അപ്പോൾ ഈ തന്നേക്കണ എല്ലാം ml എന്ന് പറഞ്ഞാൽ ഓരോ ഓർബിറ്റലാണ്. mlൻ്റെ വാല്യൂ എവിടുന്നാട്ടാ? -L to +L വരിക ഫോർ ഈച്ച് എൽ വാല്യൂ. ഓരോ എൽ വാല്യൂവിനുണ്ട്. ഓരോന്നിനും വേറെ വേറെ എഴുതണം. നിങ്ങൾ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ n equal to 4 അത് സാറ്റിസ്ഫൈഡ് ആണ്. ml is equal to 1, ml is equal to 1 തന്നെ എത്ര കേസുണ്ട്? ഇറ്റ് ഈസ് 3 കേസുണ്ട്. ms is equal to -half. അപ്പോൾ ഇതിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഒരെണ്ണം +half, ഒരെണ്ണം -half ആയിരിക്കും. ഇതിൽ ഒരെണ്ണം +half ഉണ്ടാവും, ഇതിലൊരു -half ഉണ്ടാവും. ഇതിലൊരു +half ഉണ്ടാവും, ഇതിലൊരു -half ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹാവിങ് n equal to 4, ml is equal to 1, ms is equal to -half തന്നെ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇലക്ട്രോൺ ഉണ്ട്. ആൻസർ ഈസ് ഈക്വൽ ടു 3. ഇനി -1 കൂടെ കൂട്ടുകയാണെങ്കിൽ എത്ര വരാം? -1 ഉള്ളത് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും. ml is equal to 1 കിട്ടുന്നത്, +1 കിട്ടുന്നത് ഇറ്റ് ഈസ് എത്ര കിട്ടുള്ളൂ? 3 കിട്ടുള്ളൂ. -1 കൂടെ ചേർത്താലാണ് 6 കിട്ടുക. ചിലടത്ത് 6 എന്നുള്ള ആൻസർ കാണാം. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇവിടെ 1 +or-1 ആയിരുന്നെങ്കിൽ ആൻസർ എത്ര കിട്ടിയേനെ? 6 കിട്ടിയേനെ. +1 എന്ന് പറയുമ്പോൾ +1 ആണ് ഉദ്ദേശിക്കുക. അപ്പോൾ 3 ഇലക്ട്രോണേ വരുള്ളൂ. അപ്പോൾ -1 കൂടെ ചേർന്നാൽ -1 എത്ര ഉണ്ടാവും? +half ഉള്ള 3 ഇലക്ട്രോൺ ഉണ്ടാവും, -half ഉള്ള 3 ഇലക്ട്രോൺ ഉണ്ടാവും. അങ്ങനെ ചേർന്നാൽ 6 എന്ന് ആൻസർ വരും. ഇപ്പോൾ ഈ കൊടുത്തേക്കണ അനുസരിച്ച് ആൻസർ എത്ര വരുള്ളൂ? ഇറ്റ് ഈസ് ഈക്വൽ ടു 3 വരുള്ളൂ. Combustion of 1 mole of benzene expressed at C6H6 benzene
plus 15 by 2 O2 gives 6 CO2 plus 3 H2. The standard enthalpy of combustion of 2 mole of benzene is minus x. What is the value of x? X ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. Standard enthalpy of formation of 1 mole of benzene for the reaction 6 carbon graphite plus 3 H2 is enthalpy of formation of benzene. ഇതിൻ്റെ തന്നേക്കണ എത്രയാണ് തന്നേക്കണേ? enthalpy of formation 48.5 ആണ് തന്നിരിക്കുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് എന്തൽപി ഓഫ് ഫോർമേഷൻ ഓഫ് 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാർബൺ ആൻഡ് ഗ്രാഫൈറ്റ് അവരുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ നിന്ന് തന്നേക്കുന്ന വാല്യൂ ഇതാണ് തന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് എന്തൽപി ഓഫ് ഫോർമേഷൻ ഓഫ് 1 മോൾ ഓഫ് വാട്ടറിൻ്റെ എന്തൽപി ഓഫ് ഫോർമേഷൻ അത്രയാണ് തന്നിരിക്കുന്നത്. സോ എന്തൽപി ഓഫ് ഫോർമേഷൻ തന്നിട്ട് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറയണത്? എന്തൽപി ഓഫ് കമ്പസ്ഷനാണ് കണ്ടുപിടിക്കാൻ പറയണത്. എന്തൽപി ഓഫ് ഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, കമ്പസ്ഷനാണ് കണ്ടുപിടിക്കാൻ പറയണത്. അപ്പോൾ ഡെൽറ്റ എച്ച് ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് ഫോർമേഷൻ തന്നേക്കണുണ്ട് സിഗ്മ എന്തൽപി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സിഗ്മ എന്തൽപി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ്റ് എന്ന് എടുക്കേണ്ടി വരും. ഓക്സിജൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആണ്, ഓക്സിജൻ അതിൻ്റെ ഗേഷ്യസ് ഫോമാണ്, അതുകൊണ്ട് എന്തൽപി ഓഫ് കമ്പസ്റ്റൻ എന്തൽപി ഓഫ് ഫോർമേഷൻ 0 ആണ്. അപ്പോൾ അത് എടുക്കണ്ട. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് 6 ഇൻറ്റു മൈനസ് 393.5 പ്ലസ് 3 ഇൻറ്റു മൈനസ് 286 മൈനസ് 48.5 ഒരു മോളിൻ്റെയാണ്, ഓരോ മോളിൻ്റെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ചെയ്താൽ കിട്ടത് 393.5 ഇൻറ്റു 6 393.5 ഇൻറ്റു 6 6 5 30 3 6 3 18 3 21 2 9 6 54 54 56 5 6 3 18 5 23 മൈനസ് 23 61 പ്ലസ് 286 ഇൻറ്റു 3 3 18 3 24 25 2 8 മൈനസ് 8 5 8 മൈനസ് 48.5 അപ്പോൾ 2 3 6 1 48.5 5 16 1. അപ്പോൾ ഡെൽറ്റ എച്ച് എന്തൽപി ഓഫ് ഫോർമേഷൻ 3267.5 കിലോ ജൂൾ പെർ മോളാർ. ഒരു മോളിൻ്റെയാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കണേ. സ്റ്റാൻഡേർഡ് എന്തൽപി ഓഫ് കമ്പസ്റ്റൻ ഓഫ് 2 മോളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു 3267.5 ഇൻറ്റു 2 അത്രയും കിലോ ജൂളാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 2 ഇപ്പോൾ കിട്ടിയ വാല്യൂവിനെ ഇൻറ്റു 2 ചെയ്താൽ മതി. ഇൻറ്റു 2 ചെയ്താൽ മതി. ഇൻറ്റു 2 0 7 14 5 5 1 65 35 കിലോ ജൂൾ പെർ മോളല്ല, 2 മോളിൻ്റെയാണ്. സോ ആൻസർ ഈസ് ഈക്വൽ ടു 65 35. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ന്യൂമറിക്കലൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഡീൽ ചെയ്യുക, നന്നായിട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.